الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. صدق الله مولانا العظيم وصدق وبلغ نبيه الكريم ونحن ولا ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال سيدنا محمد صلى الله عليه وسلم: كمل من الرجال كثير ولم يكمل من النساء إلا ثلاثة: مريم بنت عمران وآسية امرأة فرعون وخديجة بنت خويلد. إليك يا رب قد وجهت حاجاتي وجئت بابك يا ربي برغباتي. أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات. اقض الحوائج لي ربي فلست أرى سواك يا ربي من قال لحاجاتي. لا تأخذني بذنب أنت تعرفه واغفر بجودك يا ربي خطيئاتي. واغفر بجودك يا ربي خطيئاتي. ബഹുമാന്യനായ പാലോട്ടുപള്ളി മുദരിസ്, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അബ്ദുൽ കരീം ദാരിമി ഉസ്താദ് അവറുകളെ, വേദിയിലെ സദസ്സിലെയും മാന്യ വ്യക്തികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം ബീബി ഖദീജ വനിതകൾക്കൊരു കൂട്ടുകാരി എന്ന മഹത്തായ വിഷയമാണ്. ഹക്ക് പോലെ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉമ്മുന ഖദീജത്തുൽ കുബ്ര, ബഹുമാനപ്പെട്ട മഹദിയെ സംബന്ധിച്ച് അറിയാത്തവരും പഠിക്കാത്തവരും ഉണ്ടാവില്ല. എന്നിരുന്നാലും ആ വലിയ ജീവിതത്തിൻ്റെ ഏതാനും ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ എണ്ണിയാൽ തീരാത്ത മഹത്വങ്ങളുള്ള വനിതയാണ്. ഏറ്റവും പ്രധാനമായി ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത് ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്കാണ്. ഇസ്ലാമിന് വേണ്ടി, പ്രവാചകന് വേണ്ടി
ഖദീജ ബീവിയെപ്പോലെ സേവനം ചെയ്ത മറ്റൊരാളുണ്ടോ എന്ന് സംശയമാണ്. ആരാരും സഹായിക്കാനില്ലാത്ത കാലഘട്ടത്തിൽ, തികച്ചും പ്രവാചകൻ ഒറ്റപ്പെട്ടു പോയ സന്ദർഭത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള താങ്ങും തണലുമാവാനുള്ള സൗഭാഗ്യം കിട്ടിയത് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് മാത്രമാണ്. ഖദീജ ബീവി സാധാരണ ഒരു സ്ത്രീ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. മക്കയിലെ രാജ്ഞിയായി അറിയപ്പെടുന്ന മഹദിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാണ് ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഇംറഅത്തുൻ താജിറത്തുൻ ദാതു ശറഫിൻ വമാലിൻ എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ മഹദിയെ പരിചയപ്പെടുത്തുന്നത്. ഇംറഅത്തുൻ താജിറത്തുൻ, നല്ല കച്ചവടക്കാരിയായ വനിത, അതായിരുന്നു ഖദീജ. കച്ചവടത്തിന് നല്ല തന്ത്രങ്ങൾ വേണം, ബുദ്ധി വേണം, സാമർഥ്യം വേണം. കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ അറിയുന്ന ഉയർന്ന ഒരു കച്ചവടക്കാരിയായിരുന്നു, വലിയ സമ്പന്നയായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ. ദാതു ശറഫിൻ വമാലിൻ, അറബികളിൽ വലിയ പദവിയുള്ള സ്ത്രീയാണ്, സമ്പത്തുള്ള സ്ത്രീയാണ്. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ തന്റെ മണിമാളികയിൽ ഇരുന്നു കൊണ്ട് ഒരു വലിയ കച്ചവട സംഘത്തെ നിയന്ത്രിച്ചിരുന്നു. കച്ചവട സംഘത്തോടുകൂടി ഖദീജ ബീവി യാത്ര ചെയ്യേണ്ടതില്ല. അറേബ്യയിലുള്ള, മക്കയിലുള്ള ബുദ്ധിമാന്മാരായ സമർത്ഥന്മാരായ കച്ചവടക്കാരെ കണ്ടുപിടിച്ച് ആ കച്ചവടക്കാരുടെ കയ്യിൽ വലിയ സംഖ്യ ഏൽപ്പിച്ചുകൊണ്ട് കച്ചവടം നടത്തുകയും അതിന്റെ ലാഭവിഹിതത്തിൽ പങ്കാളിയാകുന്ന രൂപത്തിലുള്ള ബിസിനസ്സാണ് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ ചെയ്തിട്ടുള്ളത്. ഷാമിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും വിദഗ്ധന്മാരായ സമർത്ഥന്മാരായ കച്ചവടക്കാരെ പറഞ്ഞേക്കും. അതിന്റെ സമ്പത്ത് മുഴുവനും ഇറക്കുന്നത് ഖദീജയാണ്. എന്നിട്ട് അതിന്റെ ലാഭത്തിൽ അവർ പങ്കാളികളാകും. ഇങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കച്ചവടം. തന്റെ വീട്ടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് വലിയ ഒരു കച്ചവട സംഘത്തെ നിയന്ത്രിക്കുന്നു. അങ്ങനെ സമർത്ഥന്മാരും സത്യസന്ധന്മാരുമായിട്ടുള്ള ആളുകളെ കണ്ടെത്തി കച്ചവടം നടത്തുന്ന ബഹുമാനപ്പെട്ട ബീവി ഖദീജയുടെ ചെവിയിൽ ഒരിക്ക വന്നു ഒരു പുതിയ വാർത്ത. മക്കയിൽ ഒരു പ്രമുഖനായ ചെറുപ്പക്കാരനുണ്ട്. വളരെ ചെറിയ പ്രായക്കാരനാണെങ്കിലും അൽ അമീൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, വിശ്വസ്തൻ. അൽ അമീൻ എന്നായിരുന്നു മക്കക്കാര് മുഴുവനും അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അന്ന് പ്രവാചകനായിട്ടില്ല, 25 വയസ്സ് പ്രായമാണ്. 25 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ വലിയ പക്വതയായിരുന്നു പ്രവാചകൻ. തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കാൻ ജനങ്ങൾ ഐക്യകണ്ഠേന പറയുക പ്രവാചകന്റെ പേരായിരുന്നു മുഹമ്മദ്. അൽ അമീൻ എന്ന പേരായിരുന്നു പറഞ്ഞിരുന്നത്. കഅബ നിർമ്മാണ സന്ദർഭത്തിൽ തന്നെ രക്തരൂക്ഷിതമായ ഒരു വലിയ സംഘടന നടക്കേണ്ടതായിരുന്നു. നിസാര കാര്യങ്ങൾക്ക് പോലും കലഹിക്കുന്ന സംഘടനകൾ നടത്തുന്ന അറബികൾക്ക് കഅബ ഖുറൈശികളുടെ കാലത്തൊന്ന് പുതുക്കിപ്പണിതിരുന്നു. ആ കഅബ പുതുക്കിപ്പണിയുന്ന സന്ദർഭത്തിൽ ഹജറുൽ അസ്വദ്, സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള കല്ല്, ആ ഹജറുൽ അസ്വദ് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് ആര് വെക്കണം, ആരെ കൈകൊണ്ട് വെക്കണം, വലിയ തർക്കമായി. ഗോത്രക്കാർ, തറവാട്ട് പ്രമാണിമാർ തമ്മിൽ തർക്കിച്ചു. അവസാനം വാളൂരി പരിഹാരം കാണാനുള്ള, യുദ്ധം ചെയ്ത് വിജയിക്കുവാനുള്ള അവസ്ഥയിൽ വരെ കാര്യങ്ങളെത്തി. അപ്പോഴാണ് അവർ പറയുന്നത്, ഈ വാതിലിലൂടെ ആദ്യമായി ആര് കടന്നു വരുന്നുവോ ആ വ്യക്തിയുടെ മധ്യസ്ഥം നമുക്ക് തീരുമാനിക്കാം. സൗഭാഗ്യവശാൽ അതിലൂടെ കടന്നു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായതുകൊണ്ട് അൽ അമീൻ എന്ന് വിളിക്കുന്ന 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. വാളൂരി പിടിച്ച ആളുകളൊക്കെ പറഞ്ഞു, ആ അൽ അമീനാണ് വരുന്നത്, ഞങ്ങൾക്ക് തൃപ്തിയാണ്. എല്ലാ ആളുകളും ഐക്യകണ്ഠേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ പറഞ്ഞു, മോനെ അൽ അമീൻ, ഞങ്ങൾ ഇങ്ങനെ ഒരു തർക്കത്തിലാണ്. ഈ വിശുദ്ധമായ ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ട് അവിടെ വെക്കണം, അതാരെ കൈകൊണ്ട് വെക്കണമെന്നാണ്. ഓരോ ഗോത്രത്തിന്റെ തലവന്മാരും മത്സരിക്കുന്നു, തർക്കിക്കുന്നു, ഞങ്ങളെ ഗോത്രത്തിന്റെ തലവനാവണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാളെടുത്തു. ആ ഷാള് താഴെ വിരിച്ചു. പ്രവാചകന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഹജറുൽ അസ്വദ് എടുത്ത് ആ ഷാളിൽ വെച്ചു. എന്നിട്ട് എല്ലാ ഗോത്രത്തലവന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഒരാൾ മാത്രം വെക്കണ്ട,
ഈ തട്ടത്തിന്റെ വക്ക്, അതിന്റെ തല എല്ലാവരും കൂടെ പിടിക്കും. എല്ലാ ഗോത്രത്തലവന്മാരും കൂടി പിടിക്കും, ഒത്തുപിടിക്കും. ഒരാൾ മാത്രം വെച്ചു എന്ന് വേണ്ട, മുഴുവൻ ആളുകളും ഈ തട്ടം പിടിച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് ഉയർത്തുകയും പ്രവാചകന്റെ കൈകൊണ്ടത് യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്യും. ഒരു വലിയ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നു അൽ അമീൻ എന്ന് പറയുന്ന 25 വയസ്സുള്ള ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ സംഭവം ഖദീജ ബീവിയുടെ വിവാഹത്തിന്റെ മുമ്പാണോ അതോ തൊട്ടു ശേഷമാണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമാണ്. പ്രമുഖ പണ്ഡിതന്മാർ പറഞ്ഞത് ഖദീജയുമായുള്ള വിവാഹത്തിന്റെ ഉടനെയായിരുന്നു അത് നടന്നത് എന്നാണ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ കാലഘട്ടത്തിൽ തന്നെ ജനങ്ങൾക്കൊക്കെ പ്രിയങ്കരനാണ്, അൽ അമീനാണ്, സത്യസന്ധനാണ്. അതുകൊണ്ട് തന്നെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കീഴിൽ ഒരുപാട് ആളുകൾ കച്ചവടക്കാരുണ്ട്. ഖദീജ കേൾക്കുന്നു, വിശ്വസ്തനായ സത്യസന്ധനായ ഒരു നല്ല ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ട്, കച്ചവടത്തിന് സമർത്ഥനാണ് എന്ന് മനസ്സിലായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവി ആദ്യമായി ക്ഷണിക്കുന്നു തന്റെ കീഴിലുള്ള ഒരു കച്ചവടക്കാരനാവാൻ. അങ്ങനെ ബഹുമാനപ്പെട്ട മക്കയിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന അതിസമ്പന്നയും അതുപോലെ തന്നെ വലിയ കുലീനത്വവുമുള്ള ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ കീഴിലെ ഒരു കച്ചവടക്കാരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുവരും. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ വലിയ ഒരു സംഖ്യ പ്രവാചകനെ ഏൽപ്പിച്ചു. ഷാമിലേക്ക് കച്ചവടത്തിന് പറഞ്ഞയച്ചു. ഷാമിലേക്ക് പ്രവാചകനെ കച്ചവടത്തിന് പറഞ്ഞയക്കുമ്പോൾ കൂടെ ഖദീജയുടെ അടിമയായ മൈസറത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും പറഞ്ഞയച്ചു. മുഹമ്മദിനെ ശരിക്കും ശ്രദ്ധിക്കണം, ഒരു പുതിയ ആളെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. മൈസറത്ത് എന്ന് പറയുന്ന അടിമയെയും കൂടെ പറഞ്ഞയച്ചു. ആ ഷാമിലേക്കുള്ള യാത്രയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിൽ ഒരു മരത്തിന്റെ താഴെ ഇറങ്ങി താമസിച്ചു, അവിടെ വിശ്രമിച്ചു. ആ മരത്തിന്റെ തൊട്ടുപിറകിലായി ബഹീറ എന്ന് പറയുന്ന ഒരു മഹാനായ പുരോഹിതൻ, വേദഗ്രന്ഥങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു പുരോഹിതൻ താമസിക്കുന്നുണ്ട്. വേദഗ്രന്ഥങ്ങളിൽ അതിയായ അറിവുള്ള ഒരു പണ്ഡിതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരത്തണലിൽ ഇരിക്കുന്നത് തന്റെ ആരാധനാലയത്തിൽ നിന്ന് അദ്ദേഹം നോക്കിക്കണ്ടു. ആ മഹാനായ പുരോഹിതൻ തന്റെ ആരാധനാ മഠത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഈ മരത്തണലിൽ ഇരിക്കുന്നത് ആരാണെന്ന് അടിമയായ മൈസറത്തിനോട് ചോദിച്ചു. ഉടനെ മൈസറത്ത് പറഞ്ഞു, അത് ഖുറൈശി തറവാട്ടിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്, അൽ അമീൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഉടനെ ബഹീറ എന്ന് പറയുന്ന മഹാപുരോഹിതൻ മൈസറത്തിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മൈസറത്തെ, ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും ഒരു പ്രവാചകനാകും. ഇദ്ദേഹം ഒരു പ്രവാചകനാകും. കാരണം മുമ്പ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പ്രവാചകനെ പറ്റി പറയുന്നു. ആ പ്രവാചകൻ പ്രത്യക്ഷപ്പെടേണ്ട സമയമായിട്ടുണ്ട്. ഈ മരത്തണലിൽ ആ പ്രവാചകൻ വരുമെന്നും ഈ മരത്തണലിൽ വിശ്രമിക്കുമെന്നും വേദഗ്രന്ഥങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ മരത്തണലിൽ വിശ്രമിക്കുന്ന ഖുറൈശി തറവാട്ടിലെ ചെറുപ്പക്കാരൻ അത് പ്രവാചകനാകും എന്ന് ബഹീറ എന്ന് പറയുന്ന മഹാപുരോഹിതൻ പറഞ്ഞു. മൈസറത്തിന് സന്തോഷമായി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൈസറത്ത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെയും കച്ചവട സംഘം യാത്ര തുടർന്നപ്പോൾ നട്ടുച്ച സമയത്ത് പോലും പ്രവാചകന്റെ ശരീരത്തിൽ വെയിൽ തട്ടുന്നില്ല. മൈസറത്ത് ശ്രദ്ധിച്ചു നോക്കി. മറ്റുള്ള മുഴുവൻ ആളുകളും പൊരി വെയിലത്താണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലക്കുമുകളിൽ കാർമേഘം. പ്രവാചകന്റെ തലക്കുമുകളിൽ കാർമേഘം. പ്രവാചകൻ എവിടെ പോകുമ്പോഴും കുടചൂടിയതുപോലെ കാർമേഘം പ്രവാചകന്റെ കൂടെ തന്നെ നടക്കുകയാണ്. അത് കണ്ടപ്പോ നേരത്തെ പുരോഹിതൻ പറഞ്ഞ വാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ പോകുമ്പോഴും കാർമേഘം നീലിടുന്നതും കണ്ടു. ബഹീറ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു അദ്ദേഹം. കച്ചവടം കഴിഞ്ഞു തിരിച്ച് ഖദീജ ബീവിയുടെ വീടിന്റെ അടുത്തെത്തി. ഖദീജ ബീവിയെ കണ്ടുകൊണ്ട് മൈസറത്ത് പറഞ്ഞു, ഒരു വലിയ സംഭവം. ഖദീജ ബീവിയോട് പറയുകയാണ്, മുഹമ്മദ് അൽ അമീൻ ഒരു സാധാരണ ചെറുപ്പക്കാരനല്ല. ബഹീറ എന്ന് പറയുന്ന മഹാനായ പുരോഹിതൻ ഇദ്ദേഹത്തിന് പ്രവാചകനാവാനുള്ള സാധ്യതയുണ്ട്, പ്രവാചകന്റെ സർവ്വലക്ഷണങ്ങളും ഒത്തിണങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയും മാത്രമല്ല ശക്തിയായ ചൂടിൽ മരുഭൂമിയിൽ ആ പ്രവാചകന് കാർമേഘം തണലിട്ട് കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് മൈസറത്ത് പറഞ്ഞപ്പോൾ പ്രവാചകനോടുള്ള ഒരു മഹബത്ത്, അൽ അമീൻ എന്ന് പറയുന്ന 25-കാരനോടുള്ള ഒരു മഹബത്ത് ഖദീജ ബീവിയുടെ കൽബിലേക്ക് പതുക്കെ കയറി വരികയാണ്.
മാത്രമല്ല ആ കച്ചവടത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ വമ്പിച്ച ലാഭവും ഉണ്ടായി, വലിയ ലാഭവും കിട്ടി. ഖദീജ ബീവിക്ക് ആ 25കാരനോടുള്ള മഹബത്ത് കുറച്ചും കൂടെ വർദ്ധിച്ചു. പിന്നെയും കച്ചവടത്തിനയച്ചു. കച്ചവടത്തിന് പോകുന്നു, കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. പ്രവാചകന്റെ ജീവിതത്തിലെ പല അത്ഭുതങ്ങളും മൈസറത്ത് ഖദീജയുമായി പങ്കുവെക്കുന്നു. ഖദീജ ബീവിയുടെ കച്ചവടക്കാരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര തുടർന്നു. ഒരു ദിവസം ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു. എന്നിട്ട് ഖദീജയുടെ മനസ്സിൽ ഒരുപാട് ദിവസമായി താലോലിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹം, ഒരു മോഹം പ്രവാചകന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മുഹമ്മദേ, ഞാൻ നിന്നെ ഒരു ഭർത്താവായി ആഗ്രഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന വിവരം ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ അവതരിപ്പിച്ചപ്പോൾ സത്യത്തിൽ അതൊരു വലിയ അത്ഭുതം തന്നെയായിരുന്നു. ഖദീജ ബീവിക്ക് വിവാഹം അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് പ്രമുഖന്മാരായ സമ്പന്നന്മാർ കടന്നു വന്നിട്ടുണ്ട്, വലിയ വലിയ കോടീശ്വരന്മാർ കടന്നു വന്നിട്ടുണ്ട്. കാരണം ഖദീജ ഒരു വലിയ പണക്കാരിയാണ്, മക്കയിൽ വലിയ സ്ഥാനമുള്ള മഹദിയാണ്. ഒട്ടനവധി വിവാഹാലോചനകൾ വലിയ വലിയ ആളുകൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഖദീജ ബീവി അതൊന്നും സ്വീകരിച്ചില്ല. കാരണം ബീവി ഖദീജയുടെ മനസ്സിൽ ഇങ്ങനെയൊന്നുണ്ടായിരുന്നു. മുഹമ്മദ് നബി ആവട്ടെ അന്ന് സമ്പന്നനല്ല, പാവപ്പെട്ടവനാണ്, ഫക്കീറാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവരം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മാവന്മാരോട്, ഞാൻ എൻ്റെ മൂത്താപ്പാരോട് പറയാം, ഞാൻ എൻ്റെ മൂത്താപ്പാരോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ബഹുമാനപ്പെട്ട ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവും മറ്റു ആളുകളും കൂടി ഖദീജ ബീവിയുടെ പിതാവ് ഖുവൈലിദിനെ കാണാൻ വേണ്ടി പോയി. ഖുവൈലിദിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഖുവൈലിദ് പറഞ്ഞു, എനിക്ക് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്. ബഹുമാനപ്പെട്ട ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് പ്രബലമായ അഭിപ്രായ പ്രകാരം 40 വയസ്സ്, 45 ആണെന്നും അഭിപ്രായമുണ്ട്. 25 വയസ്സ് പ്രായമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുള്ള ബീവി ഖദീജയുമായുള്ള വിവാഹം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ വിവാഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജയെ വിവാഹം ചെയ്തു. വളരെ സുന്ദരമായ ജീവിതമായിരുന്നു ഖദീജ ബീവിയുടെ ജീവിതം. ഇനി തുടർന്ന് ഉള്ള ഹദീസുകളിൽ നിങ്ങൾക്കത് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ കൂടെ സന്തോഷത്തോടുകൂടെ ജീവിതം തുടർന്നു. ആ കാലഘട്ടത്തിൽ നബിക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. ഗാർ ഹിറാ എന്ന് പറയുന്ന മക്കയിൽ നിന്ന് കൂടുതൽ വിദൂരമല്ലാത്ത ഒരു മലമുകളിലുള്ള ഒരു ഗുഹ. നിങ്ങൾ പല ആളുകളും അത് കണ്ടിട്ടുണ്ടാകും, കയറാൻ ശ്രമിച്ചിട്ടുണ്ടാകും. അത് കയറാൻ വേണ്ടി വാഹനം കയറി ആ മലയുടെ തായ്വാരത്തിലെത്തി നിന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മലയുടെ മുകളിലുള്ള ആളുകൾ വെറും വെള്ളപ്രാവുകളെ പോലെ, ഒരു പ്രാവിന്റെ വലുപ്പത്തിൽ മാത്രമേ നമ്മൾ താഴെ നോക്കിയാൽ കാണുകയുള്ളൂ. അതുകൊണ്ട് ആ രംഗം കാണുമ്പോൾ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ കയറൂല. കാരണം ആ മലയുടെ ജബലുന്നൂർ എന്ന് പറയുന്ന, ഗാർ ഹിറാ എന്ന് പറയുന്ന ഗുഹ, അതിന്റെ താഴെ നിന്ന് നോക്കിയാൽ ആ ഗുഹയുടെ മുകളിലുള്ള ആളുകളെ ഒരു ചെറിയ ഒരു പ്രാവിനെ പോലെ, കുറെ വെള്ളപ്രാവുകളാണെന്ന് തോന്നും മനുഷ്യരെ കണ്ടാൽ. അത്രയും പൊക്കത്തിലാണ് ആ മലയുള്ളത്. ആ മലയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിപ്പോകും. ഗാർ ഹിറാ എന്ന് പറയുന്ന ജബലുന്നൂരിലെ ഗുഹയിൽ പ്രവാചകൻ ഇബാദത്തിലായി കഴിച്ചുകൂട്ടും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തൗഹീദ് പ്രകാരം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്ത് പ്രകാരമുള്ള ഇബാദത്തുകൾ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാറുണ്ട്. ഏറെ അത്ഭുതം അതല്ല, നബിയോട് വലിയ മഹബത്തുള്ള ഖദീജ മക്കയിലെ കോടീശ്വരിയായ മഹദിയാണെങ്കിലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഭക്ഷണവുമായി ബഹുമാനപ്പെട്ട ഖദീജ ബീവിയും നമുക്ക് കയറാൻ പേടി തോന്നുന്ന, കയറാൻ വേജാറ് തോന്നുന്ന ആ മലകൾ വളരെ പ്രയാസപ്പെട്ട് കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തുകൊണ്ട് ഖദീജ ബീവി തിരിച്ചുപോയി. നോക്കൂ നിങ്ങൾ, തന്റെ ഭർത്താവിനോടുള്ള മഹബത്താണ്. ഭർത്താവ് ഇബാദത്തിലാണ്, ധ്യാനത്തിലാണ്. ഇബാദത്തിലായി കഴിച്ചുകൂട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണമായി, വെള്ളമായി ഖദീജ റളിയല്ലാഹു തആല അൻഹ ഈ കുന്ന് കയറി പോകുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് പൂർണ്ണമാകും. 40 വയസ്സ് പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രവാചകരോട് പറയുന്നു, ഇഖ്റ, മുഹമ്മദേ ഓതുക, വായിക്കുക. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരീൻ, എനിക്ക് ഓതാൻ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വീണ്ടും പറഞ്ഞു, ഇഖ്റ, ഓതണം, വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പ്രവാചകർ പറഞ്ഞു, മാ അന ബിഖാരി, ഞാൻ ഓതുന്നവനല്ല, എനിക്ക് ഓതാൻ അറിയില്ല. ഇങ്ങനെ പറഞ്ഞതിന്റെ ശേഷം ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അതുവരെ ഓതിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാം അണച്ചുകൂട്ടി പിടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചുപോയി. ഒരു മലക്കുമായുള്ള ആദ്യത്തെ ബന്ധമാണ്. ഒരു മലക്കുമായി മുഖറബായ ജിബ്രീലുമായിട്ടുള്ള ആദ്യത്തെ സമ്പർക്കമാണ്. ജിബ്രീലാണെങ്കിൽ പ്രവാചകനെ അണച്ചുകൂടി പിടിച്ചു. പ്രവാചകന് പേടിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. തനിക്ക് താങ്ങും തണലുമായിട്ടുള്ള ഖദീജ, ആശ്വാസത്തിന് വേണ്ടി ഓടി വരാനുള്ള ഖദീജ, ബീവി ഖദീജയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ ഖദീജ സമ്മിലൂനി സമ്മിലൂനി. പ്രിയപ്പെട്ട ഖദീജാനെ വിളിച്ചിട്ട് പറയുന്നു, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടിക്കളയണം, എനിക്ക് വല്ലാതെ പേടിയാകുന്നു, വേജാറാകുന്നു, പുതപ്പിട്ട് മൂടണം. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ കാര്യങ്ങൾ അന്വേഷിച്ചു. എന്തു പറ്റി, എന്റെ പ്രിയപ്പെട്ടവന് എന്ത് സംഭവിച്ചു എന്ന് ബഹുമാനപ്പെട്ട ബീവി ഖദീജ ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. നേരത്തെ തന്നെ മൈസറത്ത് പറഞ്ഞിരുന്നു, കാർമേഘം നിയലിട്ട് കൊടുത്ത കഥ. കാർമേഘം പ്രവാചകൻ എവിടെ പോയപ്പോഴും മറയിട്ട് കൊടുത്തതും മഹാപുരോഹിതൻ ഇത് പ്രവാചകനാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞതും ഖദീജയുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ബഹുമാനപ്പെട്ട നബിയെ, തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾ ഒരിക്കലും തന്നെ വിഷമിക്കണ്ട, തങ്ങൾക്ക് പേടിയാകുന്നു, വേജാറാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാര്യയാണ് ആശ്വാസം കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാമായിരുന്നു ഖദീജ. നബി തങ്ങൾ പേടിച്ച് വിറച്ചു വന്നപ്പോൾ ഖദീജ പറയുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു ഭാര്യയ്ക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല മനോഹരമായ പ്രകടനം. ഖദീജ റളിയല്ലാഹു തആല അൻഹ പേടിച്ച് വിറച്ച ഭർത്താവിനെ തലോടിയിട്ട് പറയാണ്, വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ, തങ്ങൾ വിഷമിക്കണ്ട, വല്ലാഹി പടച്ചവനാണ് സത്യം, മാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു ഒരിക്കലും നബിയെ തങ്ങളെ നിന്ദിക്കുകയില്ല, പടച്ചവൻ ഒരിക്കലും തങ്ങളെ നിസാരപ്പെടുത്തുകയില്ല. തങ്ങൾ പേടിക്കണ്ട, തങ്ങൾ വേജാറാവണ്ട. ജിബ്രീലിന്റെ പിടുത്തത്തിൽ വിറക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിന്റെ ഉള്ളിൽ കിടക്കാൻ ഇഷ്ടപ്പെടുന്ന നബിയെ തലോടിയിട്ട് ഖദീജ പറഞ്ഞു, മാ യുഖ്സികല്ലാഹു അബദാ, നബിയെ തങ്ങൾ ഒരിക്കലും പടച്ചവൻ നിന്ദിക്കുകയില്ല, പടച്ച റബ്ബ് തങ്ങളെ ഒരിക്കലും ചെറുതാക്കുകയില്ല. എന്തുകൊണ്ടെന്നറിയുമോ, ഇന്നക ലതസിലുർ റഹീം, നബിയെ തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. നബിയെ തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. ഭർത്താവിന്റെ ഗുണങ്ങൾ എടുത്തു പറയുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹബന്ധം ശക്തിപ്പെടാനുള്ളൊരു വലിയ വഴിയാണത്. കുറ്റവും കുറവുകളും കണ്ടെത്തുന്നതിന് പകരം, പോരായ്മകൾ കണ്ടെത്തി കുറ്റപ്പെടുത്തുന്നതിന് പകരം ഭർത്താവിന്റെ ഗുണങ്ങളെ എടുത്തു പറയുകയാണ്. ഇവിടെ ഖദീജ പറയുന്നു, ഭർത്താവ് വല്ലാതെ വിഷമിക്കുന്ന ഘട്ടമാണ്. ഇന്നക ലതസിലുർ റഹിമാ, നബിയെ തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. കുടുംബബന്ധം ചേർക്കുന്ന
ചേർക്കുക എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും മഹത്വമായി ജനങ്ങൾ കണക്കാക്കി പോന്നതാണ്. ഇസ്ലാമും അതിന് വലിയ വിലയാണ് കൽപ്പിക്കുന്നത്. കുടുംബ ബന്ധം മുറിക്കുന്നവർ ഒരിക്കലും പച്ചപിടിക്കയില്ല. ദുനിയാവും ആഖിറവും അവർക്ക് നഷ്ടപ്പെടും. ഒരു വിഷയം തന്നെ നമുക്കത് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഖദീജ റളിയല്ലാഹു തആല ആദ്യമായി പ്രവാചകനോട് പറയുന്നത് ഇന്നക ലതസിലുർ റഹിമാ, നബിയെ തങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്, അതുകൊണ്ട് അല്ലാഹു തങ്ങളെ ഒരിക്കലും നിന്ദിക്കില്ല നബിയേ. വീണ്ടും ബഹുമാനപ്പെട്ട മഹദി പറയുന്നു വതഹ്മിലുൽ കല്ലാ, സ്വന്തമായി നിലനിൽപ്പില്ലാത്ത ആളുകൾ, സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ് നബിയെ തങ്ങൾ. മക്കയിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ, സ്വന്തമായി ഒരു കാര്യം നിർവഹിക്കാൻ കഴിയാത്ത ബലഹീനരായ ആളുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഏത് പ്രശ്നവും സ്വന്തം താങ്ങാൻ കരുത്തില്ലാത്ത നിരാലംബരായ ആളുകളുണ്ടാകും, കരുത്തില്ലാത്ത ബലഹീനരായ ആളുകളുണ്ടാവും. അങ്ങനത്തെ ബലഹീനരായ ആളുകളെ ഏറ്റെടുക്കുന്ന ആളാണ് നബിയെ തങ്ങൾ. അതുകൊണ്ട് പടച്ചവൻ തങ്ങളെ നിന്ദിക്കുകയില്ല. രണ്ടാമത്തെ പ്രവാചകന്റെ ഗുണമെടുത്തു പറഞ്ഞു. മൂന്നാമതായി ഖദീജ പറയുന്നു വതക്സിബുൽ മഅദൂം, ഫക്കീറന്മാരായ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾക്ക് വേണ്ടത് മുഴുവനും ചെയ്തു കൊടുക്കുന്ന ആളാണ് നബിയെ തങ്ങൾ. പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാണ്, ഈ നാട്ടിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ, കഷ്ടപ്പെടുന്ന ആര് വന്നാലും, ഫക്കീറന്മാർ ആര് വന്നാലും, ആരും അവരെ വില വെക്കാറില്ലെങ്കിലും അവരെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് നബിയെ തങ്ങൾ. ഫക്കീറന്മാർക്ക് താങ്ങും തണലുമാണ് നബിയെ തങ്ങൾ. വീണ്ടും പറയുന്നു അന്യ നാട്ടിൽ നിന്ന് മുസാഫിരീങ്ങൾ വന്നു കഴിഞ്ഞാൽ, മക്കയിൽ അവരെത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ മത്സരിക്കുന്ന ആളാണ് തങ്ങൾ. അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്. മിസ്കീന്മാരായ ആളുകളോ വഴിയാത്രക്കാരായ ആളുകളോ വന്നാൽ അവർക്ക് നല്ല ഭക്ഷണമുണ്ടാക്കി സൽക്കരിക്കുന്ന ആളാണ് നബിയെ തങ്ങൾ. ജനങ്ങളെ സൽക്കരിക്കുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും നിന്ദിക്കയില്ല. അള്ളാഹു ഒരിക്കലും നബിയെ തങ്ങളെ ചെറുതാക്കുകയില്ല. കഴിഞ്ഞില്ല വതുഈനു അലാ നവാഇബിൽ ഹഖീ, സത്യത്തിന്റെ ആളുകളെ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് സത്യത്തിനെ സഹായിക്കുന്ന ആളാണ്. ഇത് ഖദീജ ബീവി പ്രവാചകൻ പേടിച്ചു പറച്ചപ്പോൾ, പുതപ്പിട്ട് മൂടിത്തരണമെന്ന് പറഞ്ഞ് ബേജാറായപ്പോൾ തലോടിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണ്. നബിയെ തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. നബിയെ തങ്ങൾ സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ആളുകളെ ഏറ്റെടുക്കുന്ന ആളാണ്. ഫക്കീറന്മാർക്ക് താങ്ങും തണലുമാണ്. വിരുന്നുകാരെ സൽക്കരിക്കുന്ന ആളാണ്. സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരിക്കലും പടച്ച റബ്ബ് തങ്ങളെ നിന്ദിക്കുകയില്ല എന്ന് വളരെ മനോഹരമായി നല്ല വാചകങ്ങളിലൂടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തണുപ്പിക്കുന്നു, സമാശ്വസിപ്പിക്കുന്നു. പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ബീവി ഖദീജ. നിങ്ങൾ അന്നു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഒരു നിഴല് പോലെ പിന്തുടർന്ന് അല്ലാഹുവിന്റെ റസൂലിക്ക് എന്ത് പ്രയാസമുണ്ടായാലും ആദ്യം വന്ന് പ്രവാചകനെ തണുപ്പിച്ച് സമാശ്വസിപ്പിച്ച് തലോടുന്നത് ബഹുമാനപ്പെട്ട ബീവി ഖദീജയാണ്. ഒരു ഭാര്യയുടെ ഏറ്റവും മികച്ച ഒരു ഗുണമാണ്. ഭാര്യ എന്ന് പറയുന്നത് ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രമുള്ള ഒരു യന്ത്രമല്ല. പലർക്കും അത് അങ്ങനെയാണ്. ഭർത്താവ് എന്ന് പറയുന്നതും അങ്ങനെയല്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരായിരുന്നു? ചിലപ്പോൾ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്നേഹ വാത്സല്യം വഴിഞ്ഞൊഴുകുന്ന ഒരു മാതാവാണ്. ഉമ്മയെപ്പോലെ. പ്രവാചകനേക്കാൾ പ്രായമുണ്ട്. 25 വയസ്സ് നബിക്കുള്ളപ്പോൾ 40 വയസ്സുണ്ട്. 15 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സോ നബിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബീവി ഖദീജ ചില സമയത്ത് പക്വതയോടുകൂടി ഒരു പ്രിയപ്പെട്ട മാതാവിന്റെ വാത്സല്യത്തോടുകൂടെ പ്രവാചകനെ തലോടി സമാശ്വസിപ്പിക്കും. ഇങ്ങനത്തെ വിഷമങ്ങളും യാതനകളും ഉണ്ടാകുമ്പോൾ വാത്സല്യനിധിയായ മാതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു ഖദീജ.
അതുപോലെ തന്നെ പ്രവാചകന് മറ്റ് ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് അടിയും തൊഴിയും, ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് പീഡനങ്ങളും തെറിപറച്ചിലും ഉണ്ടാകുമ്പോൾ അവിടെ ഖദീജ ആകുന്നത് ഒരു മൂത്ത ജ്യേഷ്ഠത്തിയെ പോലെ, ഒരു മൂത്ത സഹോദരിയെ പോലെ പ്രവാചകനെ ധൈര്യം കൊടുത്തുകൊണ്ട് ഉറപ്പിച്ചു നിർത്തുന്ന ഒരു മുതിർന്ന സഹോദരിയുടെ റോളാണ് ഖദീജ ബീവിക്ക്. ചില സമയത്തോ പ്രവാചകൻ തളർന്നു വരുമ്പോൾ സ്നേഹനിധിയായ വാത്സല്യനിധിയായി ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ നല്ല ഒരു ഭാര്യയായി, നല്ലൊരു സഹധർമ്മിണിയായി പ്രവാചകന് സ്നേഹം കൊടുക്കുന്നവളാണ്. ചില സമയത്തോ പ്രവാചകൻ തന്റെ മണിയറയിലേക്ക് വന്നാൽ പ്രവാചകന്റെ മുമ്പിൽ കൊഞ്ചിക്കളിച്ചുകൊണ്ട് പിഞ്ചോമന മക്കൾ എങ്ങനെയാണോ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് അതുപോലെ പ്രവാചകന്റെ മനം കുളിർപ്പിക്കുന്ന സഹധർമ്മിണിയാണ്. ഈ രൂപത്തിലൊക്കെ പെരുമാറാൻ ബഹുമാനപ്പെട്ട ഖദീജ ബീവിക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്റെ മനസ്സിൽ ഒരിക്കലും മങ്ങാതെ മായാതെ കിടക്കുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഇങ്ങനെ സ്നേഹം വാത്സല്യം മാറി മാറി കൊടുക്കാൻ കഴിയുന്ന മഹദി വിറച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ വലിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രവാചകനെ സമാശ്വസിപ്പിക്കുന്നു. ഒരു ദിവസം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഹിറായിലേക്ക് പോയി. ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടക്കിടക്ക് വളരെ കഷ്ടപ്പെട്ട് കയറി ചെല്ലും. ഇന്നത്തെ പോലെയല്ലത്. ഇന്ന് കയറാനുള്ള ചെറിയ സ്റ്റെപ്പുകളൊക്കെ കാണാം. അക്കാലത്ത് സ്റ്റെപ്പുകളില്ലാത്ത വെറും ഒരു മലയാണ്. ആ മലമുകളിലേക്ക് പ്രവാചകൻ കയറി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിൽ കഴിച്ചുകൂട്ടുകയാണ്. ഹിറാ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആകാശ ലോകത്തുനിന്നൊരു വിളിയാളം, യാ മുഹമ്മദ് അന ജിബ്രീൽ, മുഹമ്മദേ ഞാൻ ജിബ്രീലാണ്. പിന്നെ കേൾക്കുന്നത് അതാണ്, മുഹമ്മദേ ഞാൻ ജിബ്രീലാണ്. ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രവാചകൻ കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സദ്ദൽ ഉഫുഖ, ചക്രവാളം നിറയുമാറ് വാനലോകത്തിലേക്ക് നോക്കിയാൽ ഏതു ഭാഗത്ത് നോക്കിയാലും ജിബ്രീലാണ്. ചക്രവാളം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ജിബ്രീലിന്റെ വലിയ ദൃശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുകയാണ്. എങ്ങോട്ട് നോക്കിയാലും ജിബ്രീൽ, എവിടെ നോക്കിയാലും ഏത് മൂലയിലേക്ക് തിരിഞ്ഞാലും ആകാശത്ത് എവിടെ നോക്കിയാലും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ സമയം ഏറെ വൈകി. ആ സമയം ഏറെ വൈകിയപ്പോൾ ഖദീജ ബീവിക്ക് ബേജാറാവാൻ തുടങ്ങി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്ന സമയത്ത് ഭർത്താവിനെ കാണാതെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരേണ്ട ടൈമായിട്ട് നബിനെ കാണുന്നില്ല. പ്രിയപ്പെട്ട ഖദീജാന്റെ മനസ്സ് വേദനിച്ചു. വേഗം ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ചു. നബിനെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ഹിറാ മലയുടെ മുകളിൽ പോയി നോക്കണം, ഭർത്താവിനെ കാണുന്നില്ല. അല്പസമയം വൈകിട്ടേ ഉള്ളൂ. മനസ്സുകൊണ്ട് എപ്പോഴും ഭർത്താവിന്റെ കൂടെ തന്നെയാണ്. അല്പ ടൈം വൈകിയപ്പോൾ ഖദീജക്ക് വേദനയായി. ഉടനെ പറഞ്ഞയക്കുന്ന ഒരാളെ, വരുമ്പം വരട്ടെ എന്നല്ല, അല്പസമയം വൈകിയപ്പോൾ ഒരു കുട്ടി, നിങ്ങളെ കൊച്ചുകുട്ടിയെ അല്പസമയം കാണാതെ ആയാൽ ഏത് രൂപത്തിലാണ് ഒരു ഉമ്മ ബേജാറാവുന്നത്? പ്രവാചകനെ കാണാതെയാകുന്ന സന്ദർഭത്തിൽ ഒരു കൊച്ചുകുട്ടിയെ കാണാതെയാകുമ്പോൾ മാതാവ് വെപ്രാളപ്പെടുന്നത് പോലെ ബേജാറാവുന്നത് പോലെ ഖദീജ ബേജാറായി. അതുകൊണ്ടാണ് വേഗം ഒരാളെ വിളിച്ചുകൊണ്ട് ജബൽ നൂറിലേക്ക് പോവാൻ കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞുകൊണ്ട് ഒരാൾ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. എന്താണ് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥ? ആകാശ ലോകത്ത് എവിടെ നോക്കിയാലും ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീലിനെ കാണുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, മുഹമ്മദ് നബിയേ, മുഹമ്മദ് നബിയേ എന്ന് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഖദീജ വരും. ഖദീജ ബീവി കടന്നു വരുന്നുണ്ട്. ആ ഖദീജ ബീവി അപ്പോഴേക്കും ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്ത് നബിക്ക് വേണ്ട ഭക്ഷണവും കറിയും ചപ്പാത്തിയും ഉണ്ടാക്കി, അന്നത്തെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി വെള്ളപ്പാത്രവുമായി ഖദീജ ഒരുങ്ങി നിൽക്കുകയാണ്. നബിയെ കാണാൻ വൈകി. തെരഞ്ഞുകൊണ്ട് ആളെ പറഞ്ഞയച്ചു. ബേക്കിൽ തന്നെ ഖദീജ ബീവി ഭക്ഷണത്തിന്റെ പാത്രവുമായി നടക്കുന്നു. ഭർത്താവ് വീട്ടിലെത്തുന്നത് വരെ കാത്തിരിക്കാൻ ഖദീജക്ക് സമയമില്ല. വഴിയിൽ വെച്ച് കണ്ടാൽ അവിടെ വെച്ച് വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. നബിയോടുള്ള മഹബത്ത് നോക്കൂ നിങ്ങൾ. യഥാർത്ഥത്തിൽ ഖദീജ
ഖദീജ ബീവിക്ക് അല്ലലും അലട്ടുമില്ലാത്ത മഹതിയാണ്. ഒരു രാജ്ഞിയെപ്പോലെ ജീവിച്ച മഹതിയാണ്. സുഖലോലുപയായി ജീവിച്ച മഹതിയാണ്. പക്ഷേ പ്രവാചകന് വേണ്ടി മല കയറാൻ ഖദീജ ബീവിക്ക് മടിയില്ല. പ്രവാചകൻ അല്പസമയം കാണാതായപ്പോൾ ആളെ പറഞ്ഞയക്കുന്നു. തൊട്ടു പിറകെ തന്നെ ഭക്ഷണവും എടുത്തുകൊണ്ട് ഖദീജ ഇറങ്ങി നടക്കുന്നു. ഖദീജ ബീബി നബിക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള ജിജ്ഞാസയാണ്. നബിക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള ആശയോടുകൂടി എവിടെ പോയി എന്റെ ഭർത്താവ്? ഭക്ഷണവുമായി ഖദീജ പുറപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിനോട് പറയുകയാണ്, ബഹുമാനപ്പെട്ട നബിയേ, ഹാദിഹി ഖദീജത്തു, ഇതാ ഖദീജ വരുന്നു. ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു, ഖദീജാന്റെ പേര് ജിബ്രീൽ പറയുന്നു. ഹാദിഹി ഖദീജത്തു, ഇതാ വരുന്നു ഖദീജ. അത് അത്തത്ത്, അവൾ വന്നുകൊണ്ടിരിക്കുന്നു. മഅഹാ ഇനാഉൻ ഫീഹി ഇദാമുൻ വതആം, ഖദീജാന്റെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട് നബിയേ. അതിൽ ഭക്ഷണമുണ്ട്, അതിൽ പാനീയമുണ്ട്, അതിൽ കറിയുണ്ട്. തങ്ങൾക്ക് വേണ്ട ഭക്ഷണവുമായി ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബ്, തങ്ങൾക്ക് വേണ്ട ഭക്ഷണവും തങ്ങൾക്ക് വേണ്ട വെള്ളവും തങ്ങൾക്ക് വേണ്ട കറിയും അതെല്ലാം ഒരുക്കിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഖദീജ കടന്നു വരുന്നുണ്ട്. ആ ഖദീജ ബീവി ഫഹിദാഹിയ അത്തത്ക, നബിയെ തങ്ങളെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഖദീജ വന്ന് തങ്ങളെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഫഖറ അലൈഹസ്സലാം, ഖദീജക്ക് സലാം പറയണം നബിയെ. മുഖറബായ മലക്ക് ജിബ്രീൽ. ഖദീജ ബീവി വന്നാൽ ഖദീജക്ക് സലാം പറയണം. ഖദീജ ബീവിക്ക് സലാം പറയണം. ആരെ സലാം പറയണം? മിർ റബ്ബിഹാ, ഖദീജാന്റെ റബ്ബിന്റെ, പടച്ച റബ്ബിന്റെ, സർവാധിരാജനായ അല്ലാഹുവിന്റെ സലാം. അതിനേക്കാൾ വലിയ ഭാഗ്യതാണ് പടച്ച റബ്ബ് സലാം പറഞ്ഞേക്ക. അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം പറഞ്ഞേക്കുകയാണ്. അങ്ങയുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി വരുമ്പോൾ അല്ലാഹുവിന്റെ സലാം പറയണം. അതിന്റെ ശേഷം വമിന്നീ, മുഖറബായ മലക്ക് ജിബ്രീലാകുന്ന എന്റെ സലാമും ഖദീജക്ക് പറയണേ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങൾ കാത്തിരുന്നു. മാത്രമല്ല ജിബ്രീലിന്റെ സന്ദേശം തീർന്നിട്ടില്ല. വബശ്ശിർഹാ, ഖദീജക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കണം. ഖദീജ ബീവി ആരാണ്? അവ്വലു മൻ അസ്ലമ മിൻ ഹാദിഹിൽ ഉമ്മത്തി, ഈ സമുദായത്തിൽ നിന്ന് ആദ്യമായി മുസ്ലിമായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു മറുപടി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയാണ്. ആദ്യത്തെ മുസ്ലിമത്ത് ഖദീജ ബീവിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയ്യ് കിട്ടി എന്ന് പറഞ്ഞ് നേരെ വരുന്നത് ഖദീജ ബീവിന്റെ അടുക്കലാണ്. അത് സത്യമാണെന്ന് ആദ്യമായി അംഗീകരിക്കുന്നത് ഖദീജയാണ്. അതുകൊണ്ട് ലോകത്തെ ആദ്യത്തെ മുസ്ലിം, ഈ സമുദായത്തിൽ ആദ്യത്തെ മുസ്ലിം ആവാനുള്ള സൗഭാഗ്യം കിട്ടിയത് ബഹുമാനപ്പെട്ട ബീവി ഖദീജ. അത് ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ഭാഗ്യമാണ്. ആദ്യമായി ഒരാൾ മുസ്ലിമായാൽ ഇനി ഖിയാമത്ത് നാൾ വരെ മുസ്ലിമാകുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം പോലത്തെ പ്രതിഫലം ആദ്യത്തെ മുസൽമാന് ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. ഖദീജ ബീവിന്റെ മഹത്വം നോക്കൂ നിങ്ങൾ. ഇനി ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ സത്യമതത്തിലേക്ക് വരുന്നുണ്ടോ അവർക്കൊക്കെ കിട്ടുന്നത് പോലത്തെ പ്രതിഫലം ആദ്യത്തെ മാതൃകയായ ആർക്ക് കിട്ടും? ഖദീജ ബീവിക്ക് കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ സന്ന സുന്നത്തൻ ഫിൽ ഇസ്ലാമി ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ആരെങ്കിലും ഒരു നല്ല കാര്യം മാതൃകയായി ചെയ്താൽ അതിന്റെ കൂലി അവർക്ക് കിട്ടും. അത് മാതൃകയാക്കി ഇനി ആരെല്ലാം അതേ വഴിയിലേക്ക് കടന്നു വരുന്നുവോ അവർക്ക് കിട്ടുന്നതിന്റെ അതുപോലത്തെ പ്രതിഫലവും ആദ്യത്തെ വ്യക്തിക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു സൗഭാഗ്യം ഖദീജ ബീവിക്ക്. ആദ്യത്തെ മുസ്ലിം, ഈ സമുദായത്തിൽ ആദ്യത്തെ മുസ്ലിം ഒരു വനിതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി അംഗീകരിക്കുന്നത് ഒരു വനിതയാണ്. അത് ബഹുമാനപ്പെട്ട ബീവി ഖദീജയാണ്. മാത്രമല്ല ഇസ്ലാമിന് താങ്ങും തണലും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ആദ്യം നൽകുന്നത് ഖദീജയാണ്. മറ്റുള്ളവരൊക്കെ കടന്നു വരുന്നതിന്റെ മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം വഹയിന്റെ സന്ദേശം എത്തിച്ച് പേടിച്ചു പറച്ച സമയം മുതൽ നബി തങ്ങളെ ആശ്വസിപ്പിക്കാൻ ഭൂമി ലോകത്ത് ഒരേ ഒരു മനുഷ്യ സ്ത്രീ മാത്രമാണത് ഖദീജയാണ്. നബി തങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഒരേ ഒരു സ്ത്രീ ഖദീജയാണ്. നബി തങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് കൊടുക്കാൻ ഒരേ ഒരു സ്ത്രീ ഭൂമിന്റെ മുകളിൽ ബീവി ഖദീജ മാത്രമാണ്. അതുകൊണ്ട് ഖദീജ ബീവിനോട് ഈ വിഷയത്തിൽ കിടപിടിക്കുന്ന ഒരാളെ വേറെ കാണുക സാധ്യമേ അല്ല.
പറയുകയല്ല. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹുവിന്റെ സലാമുണ്ട് ഖദീജക്ക്. ഖദീജ ബീവിക്കല്ലാതെ ആർക്കായി സലാം പറയേണ്ടത്? അത്രയേറെ സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിക്കുന്ന, സുഖലോലുപതയിൽ കഴിച്ചുകൂട്ടുന്ന മഹദി, പ്രവാചകന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ട് പ്രവാചകനെ സ്നേഹിച്ച് പ്രവാചകന് വേണ്ടി മലകേറിയ മഹദിക്ക് അല്ലാഹുവിന്റെ സലാം വരികയാണ്. അതുകൊണ്ട് എന്റെ സലാം പറയണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. പിന്നെ പറഞ്ഞു ജിബ്രീൽ എന്റെ സലാമും പറയണം. കഴിഞ്ഞില്ല. ഫബശ്ശിർഹാ, ഖദീജ ബീവിക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ബിബൈത്തിൻ മിൻ ഖസബിൻ, ഖസബിനാലുള്ള ഒരു വീട്, അത് സ്വർഗ്ഗത്തിലുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കണം. ജിബ്രീൽ പറഞ്ഞു കൊടുക്കുക, മിൻ ഖസബ്, മുത്ത്, മുത്തിനാലുള്ള വീട്. സിമന്റ് കട്ടകളല്ല, കരിങ്കല്ലല്ല, ചെങ്കല്ലുമല്ല, മുത്തുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വീട് ഖദീജക്കുണ്ട്. വീട് കൊണ്ട് സന്തോഷം. എന്താ വീട് കൊണ്ട് സന്തോഷം അറിയിക്കാനുള്ള കാരണം? ഇസ്ലാം നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പും പ്രവാചകനെ പരിപാലിച്ച വീട് ഖദീജാന്റെ വീടാണ്. നുബുവത്ത് കിട്ടിയതിന്റെ ശേഷവും പ്രവാചകന് താങ്ങും തടലും ഖദീജാന്റെ വീടാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ മുത്തിനാലുള്ള ഒരു വീട് ഖദീജക്ക് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത പറയണം നബിയെ, മുഖറബായ മലക്ക് ജിബ്രീൽ. ഖസബിനാലുള്ള ഒരു വീട്, മുത്തിനാലുള്ള വീട് മാത്രമല്ല, തുടർന്നുകൊണ്ട് ജിബ്രീൽ പറയുന്നുണ്ട്, നിർമ്മിക്കപ്പെട്ട വീടെന്ന് മാത്രമല്ല, ലാ സഖബ ഫീഹി വലാ നസബ. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടാണ്. ലാ സഖബ ഫീഹി വലാ നസബ, ഒച്ചപ്പാടില്ലാത്ത വീട്, ബഹളമില്ലാത്ത വീട്, വലാ നസബ, പ്രയാസങ്ങളില്ലാത്ത ഒരു വീട്, മുത്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ട വീടുണ്ട് സ്വർഗത്തിൽ. അവിടെ ഒച്ചപ്പാടുകളില്ല, അവിടെ പ്രയാസങ്ങളില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കാരായ മുഹദ്ദിസീങ്ങൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത? മുത്തിന്റെ വീടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ, സ്വർഗത്തിൽ അതിമനോഹരമായ മുത്തുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മണിമന്ദിരം എന്ന് പറഞ്ഞു മാത്രം നിർത്താതെ, ഒച്ചപ്പാടില്ലാത്ത വീട്, ശാന്തസുന്ദരമായ വീട്. ശാന്തസുന്ദരമായ വീടെന്ന് മാത്രമല്ല, ഒരിക്കലും പ്രയാസങ്ങളില്ലാത്ത, പ്രയാസരഹിതമായ വീട് എന്ന് പ്രത്യേകമായി സന്തോഷ വാർത്ത അറിയിക്കാൻ കാരണങ്ങളുണ്ട്. എന്താ കാരണങ്ങൾ? ഈ സലാം പറഞ്ഞ സമയത്ത് ബീവി സലാം മടക്കിയത് എങ്ങനെയാ? അതൊക്കെ വലിയ അത്ഭുതമാണ്. സലാം മടക്കിയതും കൂടെ പറഞ്ഞിട്ട് നമുക്കതിന്റെ വിഷയത്തിലേക്ക്, വിശദീകരണത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രാണപ്രേയസിയെ കാത്തിരിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ പറഞ്ഞതുപോലെ പ്രവാചകന് ഭക്ഷണവും തന്റെ കൈകളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നടന്നു വരുന്ന ഖദീജ ബീവിനെ കാണുന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആലാനെ കണ്ടപ്പോൾ ജിബ്രീൽ പറഞ്ഞതുപോലെ ഭക്ഷണപാത്രവുമായി വെള്ളവുമായി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ബീവി ഖദീജ. ആ ബീവി ഖദീജ റളിയല്ലാഹു തആലാനെ കണ്ടു. ഭക്ഷണം കൊടുത്തു നബി തങ്ങൾ. രണ്ട് കൈ നീട്ടി ഭക്ഷണം വാങ്ങി സ്വീകരിച്ച് താഴെ വെച്ചിട്ട് പറഞ്ഞു, ഖദീജ, നിനക്ക് അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു. ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം, ആ സമയത്ത് ജിബ്രീൽ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഖദീജ ബീവി കാണുന്നില്ലെങ്കിലും നബിയുടെയും ഖദീജ ബീവിയുടെയും മുലാഖാത്ത്, അവരുടെ അഭിമുഖ സംഭാഷണങ്ങൾ കേൾക്കാൻ ജിബ്രീൽ തൊട്ടടുത്ത് നിൽക്കുന്നു. ആ ജിബ്രീലിന്റെ തിരുസന്നിധിയിൽ വെച്ച് അള്ളാന്റെ റസൂൽ പറയുന്നു, ഖദീജ, നിനക്ക് അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ജിബ്രീൽ സലാം പറഞ്ഞിട്ടുണ്ട്. മുമ്പ് അങ്ങനെ സലാം പറഞ്ഞൊരു കേട്ട മസ്അലയൊന്നും ഖദീജ ബീവിക്കറിയില്ല. എങ്ങനെ സലാം മടക്കണമെന്നും അറിയില്ല. അതൊക്കെ പഠിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഖദീജാന്റെ ബുദ്ധി സാമർത്ഥ്യം നോക്കണം. ഖദീജ ബീവിയുടെ അങ്ങേയറ്റത്തെ സാമർത്ഥ്യം ശ്രദ്ധിക്കണമെന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ പറയാണ്. ഖദീജ ബീവി സലാം അടക്കുന്നത് എങ്ങനെ? നമ്മളെങ്ങനെ സലാം അടക്കുക? നിങ്ങൾക്ക് ഇന്ന ആൾ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്, വഅലൈക വഅലൈഹിസ്സലാം എന്നാ നമ്മൾ സലാം അടക്കുക. വഅലൈഹിസ്സലാം, വഅലൈക്കുമുസ്സലാം, വഅലൈക വഅലൈഹിസ്സലാം. മറഞ്ഞ ആളുകൾ സലാം പറയും അങ്ങനെ. നിനക്ക് ഇന്നാള് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ വഅലൈക്കുമുസ്സലാം എന്നല്ല, വഅലൈക വഅലൈഹിമുസ്സലാം, നിനക്കും അദ്ദേഹത്തിനും സലാം ഉണ്ടാവട്ടെ, രക്ഷയുണ്ടാവട്ടെ. അങ്ങനെ സലാം അടക്കൽ അല്ലേ? വഅലൈക വഅലൈഹിമുസ്സലാം. ഖദീജ റളിയല്ലാഹു അല്ലാഹുക്ക് എങ്ങനെ സലാം അടക്കുക? അല്ലാഹു സലാം പറഞ്ഞാൽ പഠിച്ചോൻ എങ്ങനെ സലാം? സലാമിന്റെ അർത്ഥം എന്താ? അസ്സലാമു അലൈക്കും, അല്ലാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്ന്. പഠിച്ചോനോട് തിരിച്ചങ്ങനെ പറയാൻ പറ്റുമോ? വഅലൈക്കുമുസ്സലാം, പഠിച്ചോനെ നിങ്ങൾക്കും അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. അങ്ങനെ പറയില്ലല്ലോ. അള്ളാഹ്ക്ക് രക്ഷ ഉണ്ടാവാൻ നമ്മൾ ദ്വാരക്കണം.
ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആരും പഠിപ്പിച്ചു കൊടുക്കാതെ ഖദീജ ബീവി സലാം അടക്കിയത് കേൾക്കണം നിങ്ങൾ. അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു, ജിബ്രീൽ സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ബീവി ഖദീജ സലാം അടക്കുകയാണ്. അല്ലാഹു സലാം, അല്ലാഹു തന്നെയാണ് രക്ഷ. അല്ലാഹുമ്മ അന്തസ്സലാം, പടച്ചവനെ നീ തന്നെയാണ് രക്ഷ. ഖദീജ ബീവിന്റെ സലാം അടക്കൽ ഹുവസ്സലാം, അല്ലാഹു തന്നെയാണ് രക്ഷ. വമിൻഹുസ്സലാം, അല്ലാഹുവിൽ നിന്നാണ് രക്ഷകളൊക്കെ വരുന്നത്. വഅലാ ജിബ്രീലസ്സലാം, ജിബ്രീലിക്കും സലാം. വഅലൈക യാ റസൂലല്ലാഹ്, നബിയേ തങ്ങൾക്കും സലാം. വറഹ്മത്തുള്ളാഹി വബറകാതുഹു, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും മറന്നില്ല. നോക്കൂ നിങ്ങൾ, ഭംഗിയായ സലാമടക്കൽ. അല്ലാഹുസ്സലാം വമിൻഹുസ്സലാം വഅലാ ജിബ്രീലസ്സലാം വഅലൈക യാ റസൂലല്ലാഹസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹയാണ് സലാം, അല്ലാഹുവിൽ നിന്നാണ് സലാം. ജിബ്രീലിന്റെ മേലും സലാം ഉണ്ടാവട്ടെ. വഅലൈക യാ റസൂലല്ലാഹസ്സലാം, നബിയേ തങ്ങൾക്കും അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ രക്ഷയും അല്ലാഹുവിന്റെ കാരുണ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ പറയാണ്, ബഹുമാനപ്പെട്ട ബീവി ഖദീജ ഈ രൂപത്തിൽ സലാം അടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മഹദിയുടെ അസാധ്യമായ ബുദ്ധിസാമർഥ്യം, അസാധ്യമായ പാണ്ഡിത്യം, തന്റെ ഇടം ശരിക്കും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം സഹാബത്തിന്റെ കാലത്ത് പല ആളുകൾക്കും ഇങ്ങനെ സലാം വന്നപ്പോ സലാം പറയുമ്പോൾ അവരെങ്ങനെ സലാം പറയില്ല. അത്തഹിയാത്തുലൊക്കെ അവർ സലാം പറയും, അലൈക്കസ്സലാം യാ അല്ലാഹ്, പടച്ചോനെ എനിക്ക് സലാം ഉണ്ടാവട്ടെ. അപ്പൊ നബി തിരുത്തി, അള്ളാഹ്ക്ക് അങ്ങനെ നിങ്ങൾ സലാം പറയണ്ട, അല്ലാഹു ഹുവസ്സലാം, അവൻ തന്നെയാണ് സലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖദീജ ബീവി നേരത്തെ തന്നെ വളരെ ഭംഗിയായി യാതൊരു പോരായ്മയും ഇല്ലാത്ത സലാം അടക്കി. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ പറഞ്ഞ സന്തോഷ വാർത്ത ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. ഈ സലാം ഇങ്ങനെ കേൾക്കുമ്പോൾ ജിബ്രീൽ പുഞ്ചിരിച്ചുകൊണ്ട് സദസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. വഅലാ ജിബ്രീലസ്സലാം, ജിബ്രീലിക്കും സലാം ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ നല്ല രൂപത്തിൽ സലാം അടക്കുന്നത് കണ്ടപ്പോൾ പുഞ്ചിരി തൂകിയിട്ട് ജിബ്രീലും അവിടെ തന്നെ നിന്നുകൊണ്ട് ആസ്വദിക്കുകയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങാം. ഖദീജ ബീവിക്ക് മുത്തിനാലുള്ള മനോഹരമായ മണിമന്ദിരമുണ്ട്. ലാ സഹബ ബിഹി, അവിടെ ഒച്ചപ്പാടില്ല, അവിടെ യാതൊരു ബഹളവുമില്ലാത്ത വീടാണ്, യാതൊരു ഒച്ചപ്പാടുമില്ലാത്ത വീടാണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ പറയാണ്, അങ്ങനെ ഒരു പ്രത്യേക സന്തോഷ വാർത്ത വരാനുള്ള കാരണം ലിഅന്നഹാ ലം തർഫഅ സൗതഹാ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ ഒരിക്കൽ പോലും മരിക്കുന്നത് വരെ റസൂലുള്ളാഹിനേക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. അതാണ് ഒച്ചപ്പാടില്ലാത്ത മണിമന്ദിരം എന്ന് പ്രത്യേകം സന്തോഷ വാർത്ത കിട്ടാനുള്ള കാരണം. അതൊരു ഭാര്യയുടെ ഏറ്റവും നല്ല ഗുണമാണ്, ഒരു സഹധർമ്മിയുടെ ഏറ്റവും നല്ല വിശേഷണമാണ്. ഒരിക്കലും ലം തർഫഅ സൗതഹാ അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഒരിക്കലും ഖദീജ ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. നല്ല ഭാര്യയുടെ ലക്ഷണം. സഹോദരിമാർക്ക് കൂട്ടുകാരിയാക്കാൻ പറ്റിയ മഹദിയാണ്. ഒരിക്കലും പ്രവാചകനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാത്ത സഹധർമ്മിണിയായ സുശീലയായ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഒച്ചപ്പാടില്ലാത്ത വീട്, ലാ സഹബ ഫീഹി, ബഹളമില്ലാത്ത വീട്. നമ്മളൊക്കെ വീട്ടിലെ കഥ എന്താ? ബഹളമില്ലാത്ത സമയം വളരെ അപൂർവമായിരിക്കും. ഒന്ന് പറഞ്ഞാൽ 4 പറയുന്ന ഭാര്യമാര്, പറഞ്ഞിരുത്തുന്ന ആളുകൾ, അവിടെ ഇരുന്നാൽ മതി, മിണ്ടിപ്പോവരുത് എന്ന് പറയുന്ന ആളുകളൊക്കെ. എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ മാതൃകയായി ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ജിബ്രീൽ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ ലാ സഹബ ഫീഹി, ബഹളമില്ലാത്ത വീട് എന്ന് പ്രത്യേകം പറഞ്ഞതിന്റെ രഹസ്യമതാണ്. ഖദീജ ഒരിക്കലും നബിയേക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. നബിന്റെ മുമ്പിൽ വളരെ വിനയത്തോടുകൂടി. എന്നാൽ ഈ സൗഭാഗ്യം മറ്റു ഭാര്യമാർക്കൊന്നുമില്ല കേട്ടോ. ആയിഷ ബീവിക്കോ ഹഫ്സ ബീവിക്കോ മറ്റ് കുറെ ഭാര്യമാർ നബിക്കുണ്ട്, അവർക്കൊന്നും ഈ സൗഭാഗ്യം കിട്ടിയില്ല. അവര് ചിലപ്പോഴൊക്കെ ഉച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾക്കൊരു സമാധാനമായി, മറ്റുള്ളവരുണ്ടല്ലോ. ഇത് ഖദീജ ബീവിയുടെ മാത്രം പ്രത്യേകതയാണ്. ഒരിക്കലും നബിയേക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, വലം തുതിഉഹു യൗമൻ മിനദ്ദഹ്രി,
ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ പ്രയാസപ്പെടുത്തിയിട്ടില്ല. നബിക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം ഖദീജയുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും സംഭവിച്ചിട്ടില്ല. വലാ ആദതുഹു അബദാ, ഒരിക്കലും ഖദീജ നബിനെ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല, ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീട് കൊണ്ട് പ്രത്യേകം സന്തോഷ വാർത്ത അറിയിക്കാനുള്ള കാരണം. നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, പ്രവർത്തനങ്ങളെ കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, മുഖം കറുപ്പിച്ചിരുന്നു കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാത്ത സഹധർമ്മിണിയാണ് ഖദീജ. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ മനസ്സിന്റെ കണ്ണാടിയിൽ ഒരിക്കലും മായാത്ത മഹദി ഖദീജ മാത്രമാകുന്നു. ഇനി വരുന്ന ഹദീസിൽ നിന്ന് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല മുഹദ്ദിസീങ്ങൾ പറയാണ്, കാനത്ത് ഹരീസത്തൻ അലാ റിളാഹു ബികുല്ലി മുംകിനിൻ, സൗകര്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹദിയാണ് ഖദീജ. എങ്ങനെയൊക്കെ നബിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ അതൊക്കെ ഖദീജ കാത്തിരിക്കുന്നു. എങ്ങനെയൊക്കെ ഖദീജക്ക് നബിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ, ആ ഭർത്താവിന്റെ ഏത് രൂപത്തിലൊക്കെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ അതിനുവേണ്ടി മാത്രം കാത്തിരിക്കുന്ന മഹദിയായിരുന്നു ഖദീജ. അല്ലേ? ഖദീജ ബിബി നബിനെങ്ങനെ കാത്തിരിക്കുക ചെയ്യാം? നബിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് നേരത്തെ തീരുമാനിക്കും. ഇങ്ങനെ നേരത്തെ തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് അള്ളാഹുവിന്റെ റസൂല് കടന്നു വരുമ്പോൾ ഒരിക്കലും പ്രയാസപ്പെടുത്താതെ നബി തങ്ങൾ ആഗ്രഹിച്ച കാര്യം നേരത്തെ മനസ്സുകൊണ്ട് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന സ്വഭാവമാണ് ഖദീജ ബീവിക്കുണ്ടായിരുന്നത്. ഭർത്താവ് ഇപ്പം അങ്ങോട്ട് വീട്ടിലേക്ക് വന്നാൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ആവശ്യമുണ്ടാവുക, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾ, അതൊക്കെ മുഖത്തുനിന്ന് വായിച്ചെടുത്തുകൊണ്ട് അതൊക്കെ ചോദിക്കുന്നതിന് മുമ്പ്, സൂചിപ്പിക്കുന്നതിന് മുമ്പ് സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുന്ന മഹദിയാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ. അതാണ് ഖദീജയുടെ പ്രത്യേകത. ബഹുമാനപ്പെട്ട മഹദിയുടെ സാമർത്ഥ്യം, മഹദിയുടെ ബുദ്ധി മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ഹദീസിലൂടെ വിലയിരുത്തുകയാണ്. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹദിയാണ്. ആരാണ് നബിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഭാര്യ? ഖദീജയാണോ ആയിഷയാണോ? ഒക്കെ വലിയ ചർച്ചകൾ കാണാം. രേഖകൾ നോക്കിയാൽ ഏറ്റവും വലിയ സ്ഥാനം ഖദീജ ബീവിക്ക്. ഒന്നാം സ്ഥാനത്ത് ഖദീജയാണ്. അതിന്റെ കാരണങ്ങൾ അറിയാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ. ആദ്യത്തെ ഇസ്ലാമിക മുസ്ലിം വനിത, ഈ സമുദായത്തിലെ മുസ്ലിം വനിത, പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി ധനം ചെലവഴിക്കാനുള്ള തൗഫീഖ് ഉണ്ടായത് ഖദീജക്കാണ്. ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ ഒരിക്കൽ പോലും നബിനെ പ്രയാസപ്പെടുത്താത്ത ഭാര്യ, നബിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാത്ത ഭാര്യ, നാവിനെ കാത്തു സൂക്ഷിക്കുന്ന ഭാര്യ. ബഹുമാനപ്പെട്ട നബി തങ്ങൾ തന്നെ പറയുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ. കമുല മിനർ റിജാലി കസീർ, പുരുഷന്മാരിൽ ഒരുപാട് സമ്പൂർണ്ണ വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുരുഷന്മാരിൽ ഒരുപാട് ഔലിയാക്കന്മാര്, മഹാന്മാരുണ്ടായിട്ടുണ്ട്. സമ്പൂർണ്ണർ ഒരുപാടുണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാർ തന്നെ ധാരാളം വന്നിട്ടുള്ള പ്രവാചകന്മാരെല്ലാം പുരുഷന്മാരാണ്. ഒരൊറ്റ പെണ്ണും നബിയായി ലോകത്ത് വന്നിട്ടില്ല. ഒരൊറ്റ സ്ത്രീയും പ്രവാചകനായി ലോകത്ത് വന്നിട്ടില്ല. വന്ന പ്രവാചകന്മാര് മുഴുവനും പുരുഷന്മാരാണ്. അതുപോലെ ഒരുപാട് ഔലിയാക്കന്മാര് പുരുഷന്മാരുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ പുരുഷന്മാരിൽ സമ്പൂർണരായ വ്യക്തിത്വങ്ങൾ ധാരാളമുണ്ട്. വലം യകുമുൽ മിനൻ നിസാഇ ഇല്ലാ സലാസ, സ്ത്രീകളുടെ കൂട്ടത്തിൽ സമ്പൂർണരായവർ മൂന്നാളുകൾ മാത്രമാണ്. സ്ത്രീകളുടെ കൂട്ടത്തിൽ സമ്പൂർണത കൈവരിച്ചവർ മൂന്നാളുകളാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാണ്. ഒന്നാമത്തത് മറിയം ബിൻത് ഇമ്രാൻ, ഇമ്രാന്റെ ഭാര്യ ബഹുമാനപ്പെട്ട മറിയമാകുന്നു റളിയല്ലാഹു അൻഹാ. മറിയം ബീവിയാണ്. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരേ ഒരു സ്ത്രീ മറിയമാണ്. സൂറത്തു മറിയം ഒരു സൂറത്തിന്റെ പേരാണ്. മറിയം എന്ന് പറയുന്ന ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവാണ്. ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളാണ്. ഈ മറിയമാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ സമ്പൂർണയായ വനിത. ഒന്ന് അതാണ്. രണ്ടാമത്തേത് ആസിയത്ത് ഇമ്രാത്തി ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവിയാണ്. ഫിർഔൻ വളരെ വൃത്തികെട്ടവനാണെങ്കിലും മോശപ്പെട്ടവനാണെങ്കിലും ഫിർഔന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ബീവി, ബഹുമാനപ്പെട്ട ആസിയ ബീവി, ഖുർആനിൽ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും സൂചിപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഫിർഔന്റെ ഭാര്യ എന്ന്.
ഫിർഔന്റെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാഅത ഫിർഔൻ ഇദ ഖാലത് റബ്ബി ബിർലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുകയാണ്, മുസ്ലിമീങ്ങൾക്ക് ഒരു മാതൃകയുണ്ട്. ആരെയാണ് മുസ്ലിമീങ്ങൾക്ക് മാതൃകയായി, സത്യവിശ്വാസികൾക്ക് മാതൃകയായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ഫിർഔന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു തആല അൻഹ ഇത് ഖാലത്ത് മഹദി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ബിർലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, പടച്ചവനെ സ്വർഗത്തിൽ നീ ഒരിക്കലും മണിമന്ദിരം ഉണ്ടാക്കി തരണം, സ്വർഗത്തിലൊരു വീട് നീ എനിക്കുണ്ടാക്കി തരണം. എപ്പോഴാണ് ആ പ്രാർത്ഥന? ആസിയ ബീവിനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആണിമേടി 2 കൈയും കാലും 4 ഭാഗത്തേക്കായി പിടിച്ചുകെട്ടി ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു തആലാനെ സ്വന്തം ഭർത്താവായ ഫിർഔനും അവന്റെ കരുത്തരായ കിങ്കരന്മാരും അല്ലാഹു ഒരുവനാണെന്ന് പറഞ്ഞതുകൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ ഒരിക്കലും മനസ്സിന് മാറ്റമില്ലാതെ അല്ലാഹുവിലുള്ള വിശ്വാസം, അചഞ്ചലമായ വിശ്വാസത്തിൽ അണുവളവ് പിറകോട്ട് പോവാതെ അല്ലാഹ് എന്ന് മാത്രം പറഞ്ഞ് തന്റെ ശരീരത്തിൽ അടിയും ചവിട്ടുമേൽക്കുമ്പോൾ പൂ പോലെ മൃദുലമായ ആസിയ ബീവിന്റെ ശരീരം പുളയുമ്പോൾ അല്പം പോലും വിശ്വാസത്തിന് പോറലേൽക്കാതെ ലാസ്റ്റ് ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മഹദിയുടെ പ്രാർത്ഥനയാണ്, പടച്ചവനെ ഫിർഔന്റെ കൊട്ടാരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടെ കഴിച്ചുകൂട്ടിയവളാണ് ആസിയ. മുടി ചീകി കൊടുക്കാൻ തോഴിമാരുണ്ട്, കുളിപ്പിച്ചു കൊടുക്കാൻ തോഴിമാരുണ്ട്, വസ്ത്രം മാറ്റി കൊടുക്കാൻ ഖാദിമീങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും സുഖവും സൗകര്യവുമുള്ള കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് പടച്ച റബ്ബേ നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് റബ്ബി ബിർലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, പടച്ചവനെ സ്വർഗത്തിൽ നീ എനിക്കൊരു വീടുണ്ടാക്കി തരണം. സ്വർഗത്തിലൊരു വീട് വേണം. ഈ വീടൊക്കെ ഞാൻ ഒഴിവാക്കി, കൊട്ടാരം ഞാൻ ഒഴിവാക്കി, സുഖലോലുപത ഞാൻ വലിച്ചെറിഞ്ഞു, പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരുഭൂമിയിൽ മലർന്നു കിടക്കുകയാണ്. പടച്ച റബ്ബേ എന്റെ ശരീരത്തിൽ ഇനി അടിക്കാൻ സ്ഥലമില്ലാത്ത വിധം പാടുകളാണ്. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ബീവി പറയുന്നു, റബ്ബി ബിർലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന, ഫിർഔനിന്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം റബ്ബേ, വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങളുടെ അക്രമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ വേഗം മരിപ്പിക്കണം, എന്നെ നിന്റെ സ്വർഗലോകത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ആ പ്രാർത്ഥന. അല്ല രക്ഷപ്പെടുത്തി സുഖമുള്ള ഒരു ജീവിതം വേണം എന്നല്ല, ലാസ്റ്റ് ഘട്ടത്തിലാണ് ആ പ്രാർത്ഥന. രണ്ടാമത്തത് പരിപൂർണയായ സ്ത്രീ ആസിയ ബീവിയാണ്. മൂന്നാമത്തെ ആകെ 3 സ്ത്രീകളാണ് സ്ത്രീകളിൽ പരിപൂർണത കൈവരിച്ചത്. ഒന്ന് മറിയം, രണ്ടാമത്തേത് ആസിയ ബീവി, മൂന്നാമത്തേത് അഷ്റഫുൽ ഖൽഖ് പറയാണ് ഖദീജത്തു ബിന്തു ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകളായ ഖദീജ. ഖുവൈലിദിന്റെ മകളായ ഖദീജയാണ് വലിയ പദവിയുള്ള മഹദിമാർ. ഈ 3 മഹദികളാണ്. അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ 3 സ്ത്രീകളാണ് പൂർണ്ണത കൈവരിച്ച മഹദികൾ. ആയിഷ ബീവിനെ മദ്ഹ് ചെയ്യാൻ നബി തങ്ങൾ മറന്നില്ല. വഫളു ആയിഷ അലാ അലന്നിസായി കഫളി സരീദി അലാ സായിരി ത്വാം. എന്നാൽ ആയിഷയും മോശക്കാരിയല്ല. ആയിഷയുടെ ശ്രേഷ്ഠത സാധാരണ ഭക്ഷണങ്ങളെക്കാൾ സരീദ് എന്ന് പറയുന്ന ഭക്ഷണത്തിനുള്ള ശ്രേഷ്ഠത പോലെയാണ്. അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് സരീദ്. സരീദ് എന്ന് പറഞ്ഞാൽ മാംസവും അതുപോലെ തന്നെ അരി കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങളും, ചപ്പാത്തി മാംസം അല്ലെങ്കിൽ പത്തിരി അതിന് മാംസം, ഇറച്ചിയും പത്തിരിയും ഈ രൂപത്തിലുള്ള ഒരു പലഹാരം അറബികൾക്ക് പ്രിയപ്പെട്ടതാണ്. അതാ സരീദ്. ആ സരീദ് വലിയ പ്രിയപ്പെട്ട സാധനമാണ്. മറ്റു ഭക്ഷണങ്ങളെക്കാൾ അതെനിക്ക് എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെ മറ്റു സ്ത്രീകളെക്കാൾ ആയിഷ ബീവിക്കും പ്രാധാന്യമുണ്ടെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇങ്ങനെ 3 പരിപൂർണരായ സ്ത്രീകളെ എണ്ണിയ കൂട്ടത്തിൽ ഖദീജയാണ്. ഈ ഹദീസ് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റെല്ലാ സ്ത്രീകളെക്കാളും നബിന്റെ മറ്റു ഭാര്യമാരെക്കാളും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഖദീജ തന്നെയാണ്. തീർന്നില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന മറ്റൊരു ഹദീസും കൂടി കാണാം. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീ സഹജമായിട്ടുള്ള മത്സരമുണ്ടായിരുന്നത് ഖദീജയോടാണ്. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഭാര്യമാർ തമ്മിൽ, ഞങ്ങളെ നാട്ടിൽ പറയും ചക്കുളത്തിപ്പോര്, നിങ്ങളെന്താ പറയാന്നറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രണ്ട് ഭാര്യമാർ തമ്മിലുള്ള പോരുണ്ടാവും. ഒരാൾക്ക് രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ ഈ രണ്ട് ഭാര്യമാരും തമ്മിൽ നല്ല ബന്ധത്തിലാവൂല ഒരിക്കലും. അവളെക്കാൾ എനിക്ക് ഉഷാറാവണം, അവളെക്കാൾ എനിക്കാവണം എന്നുള്ള ആ മത്സര ബുദ്ധി, അത് പലപ്പോഴും ഭർത്താക്കന്മാർക്ക് തലവേദന ഉണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെ മത്സര ബുദ്ധി ഉണ്ടാകും ഭാര്യമാർക്കിടയിൽ. അതിനാണ് ഗീറത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഗീറത്തുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട ഖദീജ ബീവിയോടാണ്. യഥാർത്ഥത്തിൽ ഖദീജ ബീവിനെ ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നബിയും ഞാനും കൂടി ജീവിക്കുന്നത്. ഏകദേശം 3 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് ഖദീജ ബീവി വഫാത്തായി 3 വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ് ആയിഷ ബീവിയും നബിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത്. സാധാരണ പോരുണ്ടാവൽ ആര് തമ്മിലാ? ഒരു സമയത്തുണ്ടാകുന്ന ഭാര്യമാര് തമ്മിലാണ് പോരുണ്ടാവേണ്ടത്. നേരത്തെ മരിച്ചുപോയ ഒരാളോട് എന്തിനാ പോരുണ്ടാവുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, എനിക്ക് ഏറ്റവും പോരുണ്ടായിരുന്നത് ഖദീജയോടാണ്. വേറെ 9 ഭാര്യമാര് വേറെയുണ്ട്. ഹഫ്സ ബീവിയുണ്ട്, സഫിയ ബീവിയുണ്ട്, സൈനബ ബീവിയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഭാര്യമാരുണ്ടെങ്കിലും അവരോടൊന്നുമല്ല എനിക്ക് കടുത്ത മത്സരമുണ്ടായിരുന്നത് ഖദീജയോടാണ്. പക്ഷേ ഖദീജനെ ഞാൻ കണ്ടിട്ടില്ല. ഖദീജ ബീവി വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനും നബിയും കൂടി ജീവിക്കുന്നത്. പിന്നൊരു ചോദ്യം, പിന്നെന്തിന് ഖദീജ ബീവിയോട് അങ്ങനെ തോന്നുന്നു? അതിന് മറുപടി ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയാണ്, മാ ഗിർതു അലാ ഖദീജ മാ റഅയ്തുഹാ. ഖദീജ ബീവിയോട് എനിക്കുണ്ടായിരുന്ന മത്സരം പോലെ മറ്റാരോടും ഉണ്ടായിട്ടില്ല. ഞാൻ ആ മഹദിയെ കണ്ടിട്ടുമില്ല. പിന്നെന്തുകൊണ്ടെന്നറിയുമോ? കാന യുക്സിറു ദിക്റഹാ. അള്ളാഹുവിന്റെ റസൂല് ഖദീജ ബീവിനെ പറ്റി ഇങ്ങനെ ധാരാളം പറയുമായിരുന്നു. എപ്പോ നോക്കിയാലും ഖദീജ, എപ്പോ നോക്കിയാലും ഖദീജ. നബിന്റെ നാവിൽ നിന്ന് വരുന്നത് ഖദീജ ബീവിന്റെ മദ്ഹുകൾ മാത്രം. ഖദീജ അങ്ങനെയായിരുന്നു, ഖദീജ എങ്ങനെയായിരുന്നു, എന്റെ ഖദീജ, എന്റെ ഖദീജ എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞേ കേൾക്കുമ്പോൾ നിലവിലുള്ള ഭാര്യയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അത് ആയിഷ ബീവി പറഞ്ഞത്. എപ്പോ നോക്കിയാലും ഖദീജ ബീവിന്റെ മഹത്വമാണ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് വേറൊരു പടിനെ പറ്റി. അല്ലെങ്കിൽ അവളെ ഭക്ഷണത്തിന്റെ ഗുണം. ഇന്നലെ ഇന്ന സ്ഥലത്ത് പോയി, എന്താണ് സാമ്പാറിന്റെ ടേസ്റ്റ്, എന്തൊരു മീൻകറിയാണ്. അപ്പോഴേക്കും ഇവിടെ മുഖം കറക്കൽ തുടങ്ങും. എന്താ കാരണം? വേറൊരാളെ പറ്റി ഗുണം പറയുന്നത് പൊതുവെ അവർക്ക് ഇഷ്ടപ്പെടില്ല, സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ സ്ത്രീകളെ ശിക്ഷിക്കപ്പെടൂല എന്നാ പറയുന്നത്. കാരണം അത് സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ പ്രത്യേക ശിക്ഷയൊന്നും കിട്ടൂല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നത് ഖദീജ ബീവിയോടാണ്. എനിക്ക് കടുത്ത മത്സരം. എപ്പോഴും ഖദീജ ബീവിന്റെ മദ്ഹ് ഇങ്ങനെ പറയും. ഖദീജ ബീവിന്റെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാന യുക്സിറു ദിക്റഹാ. ഖദീജ ബീവിന്റെ മഹത്വം ഇങ്ങനെ പെരുപ്പിച്ചു പറയും. കഴിഞ്ഞില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖദീജ ബീവിന്റെ മഹത്വങ്ങൾ പറയുന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, മദ്ഹ് പറയും എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ നബി തങ്ങൾ ആടിനെ അറുക്കും. ഖദീജ ബീവിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ആടറക്കും. എന്നിട്ടോ അതിനെ കഷ്ണം കഷ്ണമാക്കും. എന്നിട്ട് പിന്നെ ഖദീജ ബീവിന്റെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കും. അത് റസൂലുള്ളാഹിന്റെ മാതൃകയാണ്. ഇന്നിപ്പോ നമ്മൾ മരിച്ചുപോയ ഏതെങ്കിലും അമ്പിയാക്കന്മാരെയോ ഔലിയാക്കന്മാരെയോ സ്മരിച്ചുകൊണ്ട് ഒരു അന്നദാനം നടത്തിയാൽ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അതിനായിട്ട് എതിർക്കാൻ പാർട്ടിയില്ലല്ലോ. സത്യത്തിൽ ആരാത് തുടങ്ങി വെച്ചത്? അള്ളാന്റെ റസൂലാണ്. ഖദീജ ബീവിന്റെ മദ്ഹുകൾ ഇങ്ങനെ പറയുമെന്ന് ആയിഷ ബീവി തന്നെയാണ് പറയുന്നത്. ധാരാളമായി മദ്ഹ് പറയുമെന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ നബി തങ്ങൾ ആടിനെ അറുക്കും. എന്നിട്ട് അതിനെ കഷ്ടമാക്കി ഖദീജ ബീവിന്റെ ഓർമ്മക്ക് വേണ്ടി ഖദീജ ബീവിന്റെ കൂട്ടുകാരികൾക്കൊക്കെ മാംസം വിതരണം ചെയ്യും. ഈ സുന്നത്ത് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മരിച്ചുപോയിട്ടുള്ള ആളുകളെ ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കണം. അവരെ ധാരാളമായി സ്മരിക്കുക അവരോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്, സ്നേഹത്തിന്റെ ഭാഗമാണ്.
ഇടക്കിടക്കൊക്കെ അന്നദാനങ്ങൾ നടത്തണം, അറവ് നടത്തിയിട്ട് മാംസങ്ങൾ വിതരണം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ചോദിക്കുകയാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഖദീജ ബീവിന്റെ മഹത്വങ്ങൾ ധാരാളമായി അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ ഞാൻ ചോദിക്കും, സഹി കെടുമ്പോ ഞാൻ ചോദിക്കും, നബിയേ കഅന്നഹു ലം യകുൻ ഫി ദുനിയാ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ, ദുനിയാവില് ഖദീജ അല്ലാത്ത വേറൊന്നും പെണ്ണുങ്ങൾ ജനിക്കാത്തത് പോലെ ഉണ്ടല്ലോ. തങ്ങളെ വർത്താനം കേട്ടാല് എപ്പോ നോക്കിയാലും ഒരു ഖദീജ. ഭൂമിയിൽ വേറെ പെണ്ണുങ്ങളൊന്നുമില്ല, ഞങ്ങളൊക്കെ അല്ലേ. ഖദീജ ബീവി, ആയിഷ ബീവിയൊക്കെ അതിസുന്ദരിയാണ്, സഫിയ ബീവി അതിസുന്ദരിയാണ്. നല്ല നല്ല സുന്ദരിമാരായ ഭാര്യമാരാണ് നബിന്റെ ഭാര്യമാർ. ആ അർത്ഥം വെച്ചുകൊണ്ട് ആയിഷ ബീവി ചോദിച്ചു, നബിയെ തങ്ങളുടെ ഈ മദ്ഹ് പാടലും പറയലൊക്കെ കേട്ടാ തോന്നും ദുനിയാവിൽ ആകെ ഒരു പെണ്ണേ ഉണ്ടായിട്ടുള്ളത് ഖദീജ മാത്രമാണ്. ആ നിലക്ക് നബി വർണ്ണിക്കുകയാണ് ഖദീജാനെ, പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഖദീജാനെ. അപ്പോഴാ ഞാൻ ചോദിക്കാറുള്ളത്, ബീവി ആയിഷ തന്നെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ചോദിക്കും, നബിയേ ദുനിയാവിൽ വേറെ പെണ്ണുങ്ങളില്ലാത്തതുപോലെയുണ്ടല്ലോ തങ്ങളുടെ സംസാരം കേട്ടാൽ. ഇത് കേൾക്കുമ്പോഴോ നബി തങ്ങൾ എന്താ പറയുക? ഇന്നഹാ കാനത്ത് വക്കാനത്ത്. പിന്നെയും അത് പറയാൻ തുടങ്ങും, വേറെ പെണ്ണുങ്ങളോ ഖദീജാന്റെ സ്ഥാനത്തോ? ഇന്നഹാ കാനത്ത്, അവൾ ബുദ്ധിമതിയായിരുന്നു. വക്കാനത്ത്, വലിയ ശ്രേഷ്ഠതയുള്ള മഹതിയായിരുന്നു. പിന്നെയും അത് തന്നെ, അത് പറയണ്ടെന്ന് തോന്നി. പിന്നെ നേരത്തെ പറഞ്ഞതിനേക്കാൾ ഒന്നും കൂടി ഉഷാറായിട്ട് നബി തങ്ങൾ പിന്നെയും ഖദീജാന്റെ മദ്ഹ് പറയും. ഇങ്ങനെ ഖദീജ ബീവിനെ പറ്റി പറഞ്ഞ് തീർക്കാനാവില്ലായിരുന്നു നബിക്ക്. എപ്പോഴും പറയായിരുന്നു നബി ഖദീജ. ഇതൊക്കെ നബി ഖദീജ ബി വഫാത്തായതിന്റെ ശേഷം ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ അതിന്റെ കാരണം? ഖദീജ ബീവി അത്രയേറെ നബി സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനം കവരാനുള്ള സൗഭാഗ്യം കിട്ടി ഖദീജക്ക്. മറ്റാർക്കും അത്ര വലിയ സൗഭാഗ്യമുണ്ടായില്ല. അതുകൊണ്ട് പ്രവാചകന്റെ മനസ്സിൽ ഖദീജ നിറഞ്ഞു നിൽക്കുന്നു. ജീവിതകാലത്ത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ മരണശേഷവും അതേ രൂപത്തിൽ തന്നെ പ്രവാചകനോടുള്ള മഹബ്ബത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാ നബി തങ്ങൾ ആയിഷ ഖദീജ റളിയല്ലാഹു തആലയെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. തീർന്നിട്ടില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങനെയൊക്കെ സമാശ്വാസം നൽകിയ നിങ്ങൾ ഖദീജ. എങ്ങനെ നബി മറക്കുക? ആരാരും സഹായിക്കാനില്ലാത്ത കാലത്താണ് ഖദീജ ബീവിന്റെ സഹായം. ചില പുതിയാപ്പിളാരൊക്കെ പരാതി പറയുന്നു, ഭാര്യ വിട്ടു പോക്കില്ല. എന്താ പോവാത്ത? ഒരു ചെയിന് പണയം വെക്കാൻ ചോദിച്ചിട്ടുള്ള തന്നിട്ടില്ല. പണയം വെക്കാൻ ചോദിച്ചിട്ട് തന്നിട്ടില്ല. എന്നാ വേണ്ട, പോണ്ട. ഇത് ചെയിന് പണയം വെക്കാനല്ല, ഖദീജ ബീവിന്റെ കോടിക്കണക്കിന് സമ്പത്ത് നബിക്ക് അങ്ങനെ ഒഴുക്കി കൊടുക്കാൻ. നബിയെ ഞാനുണ്ട് കൂടെ. സമ്പത്തില്ലാതെ തങ്ങൾ ബുദ്ധിമുട്ടൂല. ദീൻ പ്രചരിപ്പിക്കണമെങ്കിൽ സമ്പത്ത് വേണ്ടേ? ഇതുപോലത്തെ വയലുവട പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ സമ്പത്ത് വേണ്ടേ? ചെലവുണ്ടല്ലോ. ഈ രൂപത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സമ്പത്ത് നബി പറഞ്ഞു, എന്റെ സമ്പത്ത് നബിയെ തങ്ങൾക്കുള്ളതാണ്, അള്ളാന്റെ ദീനിനുള്ളതാണ്, ചെലവഴിച്ചോളൂ. നബിക്കൊരു പേടിയും സമ്പത്തിന്റെ കാര്യത്തിൽ വേണ്ട. തടി കൊണ്ടുള്ള സഹായം. അങ്ങനെ ഒരിക്കൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയോട് ചോദിച്ചു, നബിയേ തങ്ങളുടെ മുമ്പിൽ മുഖറബായ മലക്ക് ജിബ്രീൽ വരുമ്പോൾ എന്നോടൊന്ന് പറയുമോ? ജിബ്രീൽ വരുമ്പോ എന്നോടൊന്ന് പറയോ? ആദ്യകാലത്ത് ഇങ്ങനെ സംശയം, ജിബ്രീൽ തന്നെയാണ്, ഉറപ്പ് വരുത്തണല്ലോ, ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് തന്നെയാണ്. ഖദീജ ബീവിക്ക് ഉറപ്പാ. നേരത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ബഹീറ പറഞ്ഞിട്ടുണ്ട്, അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. ഒരിക്കൽ ഖദീജ പറഞ്ഞു, എന്നാണ് നബിയെ ജിബ്രീൽ വരുമ്പോൾ എന്നോടൊന്ന് പറയണം. എന്താ? എനിക്കൊരു ടെസ്റ്റ് നടത്തണം. ജിബ്രീൽ തന്നെയാണോ? മലക്ക് തന്നെയാണോ? ഖദീജ ബീവിന്റെ സാമർത്ഥ്യമാണതൊക്കെ. അങ്ങനെ ഒരു ദിവസം മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ നബി പറഞ്ഞു, ഖദീജ ജിബ്രീൽ വന്നു, ജിബ്രീൽ വന്നു എന്ന് പറഞ്ഞു. ഖദീജ ബീവിക്ക് കാണാൻ കഴിയില്ലല്ലോ. നബി കാണുന്നു, നബി സംഭാഷണം നടത്തുന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്തു എന്നറിയോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, മുഹമ്മദ് നബിയോട് പറഞ്ഞു, തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഇടത്തെ തൊടന്റെ മുകളിൽ ഇരിക്കുക. ജിബ്രീൽ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഖദീജ ബീവി പരിശോധന നടത്തുകയാണ്. എൻ്റെ ഇടത്തെ കാലിന്റെ തൊടയിലിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അനുസരിച്ചു. ഖദീജ ബീവിന്റെ ഇടത്തെ തൊടയിൽ നബി തങ്ങൾ ഇരുന്നു. എന്നിട്ട് ഖദീജ ചോദിച്ചു, ഇപ്പൊ കാണുന്നുണ്ടോ? ഹൽ തറാഹു, ഇപ്പൊ ജിബ്രീലിനെ കാണുന്നുണ്ടോ? ഖാല നഅം, നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. ജിബ്രീൽ നോക്കുന്നു, ജിബ്രീലുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പോ ഖദീജ ബീവി എന്ത് ചെയ്തു? അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് എന്റെ വലത്തെ തൊടയിലേക്ക് ഇരിക്കുന്നു പറഞ്ഞു. കാലിന്റെ വലത്തെ തൊടമ്പിലിരുത്തി. അപ്പൊ ചോദിച്ചു, ഇപ്പൊ കാണും? ഹൽ തറാഹു, ഇപ്പൊ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും നബി പറഞ്ഞു, ഇപ്പോഴും കാണുന്നുണ്ട്, ജിബ്രീൽ എന്റെ അടുത്ത് തന്നെ ഉണ്ട്.
പിന്നെ ബഹുമാനപ്പെട്ട നബി തങ്ങളെ മടിയിലിരുത്തി. ശരിക്കും കുട്ടികളെ മടിയിൽ വെക്കുന്നത് പോലെ മടിയിലിരുത്തി. മടിയിലിരുത്തിയിട്ട് ചോദിച്ചു, നബിയെ ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോഴും ഞാൻ എന്റെ ജിബ്രീലിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ബീവി എന്ത് ചെയ്തെന്നറിയാമോ? തലയിലുണ്ടായിരുന്ന തട്ടം, തലയിലുണ്ടായിരുന്ന മുടി മറച്ചിരുന്ന തട്ടം ഇങ്ങോട്ട് മാറ്റി മുടി വെളിവാക്കിയപ്പോൾ ഖദീജ ബീവി ചോദിക്കുന്നു, നബിയെ ഇപ്പൊ കാണുന്നുണ്ടോ? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ലാ, ഇപ്പൊ ഞാൻ കാണുന്നില്ല. ഖദീജാവിന്റെ ടെസ്റ്റ് നോക്കിങ്ങള്. അവറത്ത് വെളിവാകുമ്പം മലക്കവിടെ ഉണ്ടാവില്ല. അവറത്ത് വെളിവാകുമ്പോൾ മലക്കുണ്ടാവില്ല. തലയിൽ നിന്ന് തട്ടം ഇങ്ങോട്ട് മാറ്റി മുടി പ്രദർശിപ്പിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ജിബ്രീലിനെ കാണുന്നില്ല. ഉടനെ ഖദീജ പറഞ്ഞു കൊടുക്കുകയാണ്, അബ്ശിർ അബ്ശിർ, നബിയെ തങ്ങൾ സന്തോഷിക്കണം, ഇന്നഹു മലക്കുൻ, ഇത് മലക്ക് തന്നെയാണ്, മാഹുവ ശൈത്വാൻ, ഇതൊരിക്കലും ശൈത്വാനല്ല നബിയെ, മലക്ക് തന്നെയാണ് തങ്ങളടുക്കൽ വരുന്നത്. തങ്ങളൊരിക്കലും വിഷമിക്കേണ്ട, മലക്ക് തന്നെയാണ്. ശൈത്വാനാണെങ്കിൽ ഔറത്ത് വെളിവാകുമ്പോൾ താല്പര്യം കൂടുക ചെയ്യുക, അടുത്ത് വരിക ഒന്നും കൂടി. മലക്കാണിത്. അതുകൊണ്ട് നബിയെ തങ്ങൾ സന്തോഷിക്കണം. സുമ്മ ലബിസത സൗബഹ, പിന്നെ ബഹുമാനപ്പെട്ട മഹദി വസ്ത്രം ധരിച്ചു. ഈ രൂപത്തിൽ വളരെ ബുദ്ധിപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പറഞ്ഞു കൊടുത്തു. മാത്രമല്ല നബി തങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായപ്പോ നബി തങ്ങളെ മനസ്സും കൂടി ഒന്ന് ശാന്തമാവേണ്ടതുണ്ട്. ഒരു ജിബ്രീലിന്റെ സന്ദർശനം, വഹി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല, വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഖദീജ ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ഖദീജാനെ കൂട്ടിക്കൊണ്ടുപോകുന്നു വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ അടുക്കലേക്ക്. ആരാ വറഖത്ത് ബിൻ നൗഫൽ? ഖദീജ ബീവിന്റെ പിതാവിന്റെ ഇബ്നു അമ്മാണ്, എളാപ്പാന്റെ മകനാണ്. ഖദീജ ബീവിയുടെ പിതാവിന്റെ സഹോദരന്റെ മകനാണ്. അപ്പൊ ആങ്ങളെയായിട്ട് പറയാം. പക്ഷേ അദ്ദേഹം ജാഹിലിയ കാലത്തെ നസ്രാനിയായി, ക്രിസ്തുമതം സ്വീകരിച്ചു. എന്തുകൊണ്ട്? വിഗ്രഹാരാധനയിലൊന്നും കാര്യമില്ലെന്ന് അയാൾ മനസ്സിലാക്കി. അദ്ദേഹം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ വായിച്ചു, വേദഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചു, തൗഹീദ് കണ്ടെത്തി. തൗഹീദിന്റെ സന്ദേശങ്ങൾ, ഏകഹിലായിന്റെ സന്ദേശങ്ങൾ, ഒരുവനായ റബ്ബിനെ പറ്റി മനസ്സിലാക്കി. അന്നുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ട് അതിൽ പുരോഹിതനായിട്ടുള്ള ആളാണ് വറഖത്ത് ബിൻ നൗഫൽ. ഖദീജ ബീവിയുടെ പിതാവിന്റെ സഹോദരന്റെ മകനും കൂടിയാണ്. റസൂലുള്ളാഹിന്റെ കയ്യും പിടിച്ചുകൊണ്ട് മഹാപണ്ഡിതനായ വേദഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യമുള്ള വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു ഖദീജ. ഇതൊക്കെ നബിന്റെ സമാധാനത്തിന്. നല്ല പണ്ഡിതന്മാരുടെ അടുക്കലേക്കാണ് കൊണ്ടുപോകുന്നത്. അന്ന് വിവരമുള്ള ആളുകൾ അവരൊക്കെയാണ്, വേദഗ്രന്ഥങ്ങളെ പറ്റി അറിയുന്നത് അവരൊക്കെയാണ്. അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട വറഖത്ത് ബിൻ നൗഫലിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരാ, സഹോദരൻ എന്ന് വിളിക്കാം, നിന്റെ ഈ പ്രിയപ്പെട്ട സഹോദര എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം, ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറഞ്ഞു. നബി തങ്ങൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ജിബ്രീൽ വന്നതും ഇഖ്റ ഓതിക്കൊടുത്തതും സർവ്വ കാര്യങ്ങളും വറഖത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ വറഖത്ത് പറയുകയാണ്, ഹാദൻ നാമൂസ് അല്ലദീ നസ്സല അല്ലാഹു അലാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ മലക്ക് തന്നെയാണ് ഈ വന്നത്. വേദഗ്രന്ഥത്തിൽ പാണ്ഡിത്യമുള്ള വറഖത്ത് ബിൻ നൗഫലും പറഞ്ഞു. നേരത്തെ ബഹീറ പറഞ്ഞു, ഇപ്പൊ വറഖത്ത് ബിൻ നൗഫലും ഉറപ്പിച്ചു പറഞ്ഞു, ഇത് മൂസാ നബിക്ക് സന്ദേശവുമായി വന്ന, മൂസാ നബിക്ക് തൗറാത്തുമായി വന്ന അതേ മലക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വറഖത്ത് ബിൻ നൗഫലിന്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം പ്രായമുള്ള മനുഷ്യനാണ്. പ്രായാധിക്യം കൊണ്ട് കണ്ണിന്റെ കാഴ്ചകൾ തന്നെ മങ്ങിപ്പോയിട്ടുണ്ട്. കാഴ്ചകൾ നഷ്ടപ്പെട്ട വന്യവയോധികനാണ് വറഖത്ത്. വറഖത്തിന്റെ കണ്ണ് നനഞ്ഞു. വറഖത്ത് പറയാണ്, യാ ലൈതനി ഫീഹാ ജദൻ ലൈതനി അകൂനു ഹയ്യൻ ഇദ് യുഖ്രിജക ഖൗമുക. മുഹമ്മദേ, നിന്റെ ജനങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാനന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ഞാനന്നൊരു യുവാവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ മൂപ്പർക്ക് ഉറപ്പായി ഇത് നബിയാണ്. ഇനി ഖുറൈശികളോട് ഈ സത്യം പറയുമ്പോൾ അല്ലാഹു ഒരുവനാണ്,
ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുമ്പോൾ നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കും. ഇതൊക്കെ ആരാ പറയണത്? സംഭവം നടക്കുന്നതിന് മുമ്പ് അത്ര വ്യക്തമായി മുമ്പ് കഴിഞ്ഞു പോയ തൗറാത്തിലും ഇഞ്ചീലിലും പ്രവാചകന്റെ ചരിത്രം പറയുന്നുണ്ട്. അത് പഠിച്ച വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, താങ്കളെ താങ്കളുടെ ജനങ്ങൾ മക്കയിൽ നിന്ന് പുറത്താക്കും. മക്കയിൽ നിന്ന് കഷ്ടപ്പാടുകൾ താങ്ങാൻ കഴിയാതെ തങ്ങൾ ഹിജറ പോവേണ്ടി വരും. ലിയാലൈതനീ, ഞാനന്നുണ്ടായിരുന്നെങ്കിൽ, ഞാനന്നൊരു നല്ല കരുത്തനായ യുവാവായിരുന്നെങ്കിൽ ഞാൻ അങ്ങേയറ്റം സഹായിക്കുമായിരുന്നു. അപ്പൊ നബി ചോദിച്ചു, അവ മുഖരിജീയഹും, അവരെന്നെ പുറത്താക്കുമോ? നബിക്ക് വിശ്വാസം വരുന്നില്ല. ഇപ്പൊ നബി അല്ലമീനാണ്, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ട സ്നേഹഭാജനമാണ്. അങ്ങനത്തെ നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്നെ മക്കത്തുനിന്ന് പുറത്താക്കുമോ? അപ്പൊ വറക്കത്ത് പറഞ്ഞു കൊടുത്തു, പുറത്താക്കും. കാരണം നിങ്ങൾ ഈ സന്ദേശം, തൗഹീദിന്റെ സന്ദേശം പറയുമ്പോൾ അതിഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാകും, അവര് സംഗമിക്കും, അങ്ങനെ തങ്ങൾ പുറത്തു പോവേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട വറക്കത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം നബിയെ കൊണ്ട് നേരത്തെ വിശ്വസിച്ചാണ്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഞാൻ വറക്കത്ത് ബിൻ നൗഫലിനെ സ്വർഗത്തിൽ കണ്ടു. ഞാൻ സ്വർഗത്തിൽ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന പണ്ഡിതനെ കണ്ടു. വഅലൈഹി, അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്നു ഹുല്ലത്തും മിൻ ഹരീർ, പട്ടിനാലുള്ള വസ്ത്രം ധരിച്ചിരുന്നു അദ്ദേഹം. നല്ല പളപള മിന്നുന്ന പട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വറഖത്തിനെ ഞാൻ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈമാൻ സലാമത്തായ കൂട്ടത്തിൽപ്പെട്ട ആളാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്താക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നെയും വേജാറ് കൂടി വരികയാണ്. എന്താ വേജാറ് കൂടുന്നത്? എന്നെ എൻ്റെ ഖൗമ് പുറത്താക്കുമെന്നുള്ള പുതിയ അറിയിപ്പും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടി. എന്നിട്ട് ഖദീജ ബീവിനോട് വറഖത്ത് ഒരു കവിത എഴുതി കൊടുത്തു, പാടിക്കൊടുത്തു. എന്താ വറഖത്ത് പാടിക്കൊടുത്ത കവിത? ഫയ്യകു ഹഖയ്യാ ഖദീജതു ഫഅലമി ഹദീസകി യാനാ ഫഅഹ്മദു മുർസലൂ. പ്രിയപ്പെട്ട ഖദീജ, ഫയ്യകു ഹഖയ്യാ ഖദീജതു ഫഅലമി, ഖദീജ ഈ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ ഫഅഹ്മദു മുർസലൂ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ മഹാനായ അഹ്മദ് മുർസൽ തന്നെയാണ്. അഹ്മദും മുഹമ്മദൊക്കെ നബിന്റെ പേരാണ്, ഇത് പ്രവാചകൻ തന്നെയാണ്. വജിബ്രീലു യഅതീഹി വമീകാലു മഅഹുമാ മിനല്ലാഹി വഹ്യുൻ യശ്റഉ സദ്റ മുൻസിലൂ. ഈ പ്രവാചകന്റെ അടുക്കലേക്ക് ജിബ്രീൽ ഇറങ്ങി വരും, മീകായിൽ ഇറങ്ങി വരും, അല്ലാഹുവിന്റെ സന്ദേശമായ വഹയുണ്ടാകും. അപ്പോൾ സർവാധിരാജനായ റബ്ബ്, വിശുദ്ധ ഗ്രന്ഥമിറക്കുന്ന റബ്ബി മുഹമ്മദിന്റെ മനസ്സ് വിശാലമാക്കി കൊടുക്കും. ഖദീജ, ഇപ്പോഴുള്ള വേജാറും പേടിയുമെല്ലാം മാറിപ്പോകും. അല്ലാഹു മനസ്സ് വിശാലമാക്കി കൊടുക്കും. യഫൂസു ബിഹി മൻ ഫാസ ഇസ്സൽ ലിദീനിഹി വയഷ്കാ ബിഹിൽ ഗാബിശ്ശഖിയുൽ മുളല്ലലൂ. അല്ലാഹു തആല സൗഭാഗ്യം കൊടുത്ത ആളുകളെല്ലാം ആ ദീനെ സഹായിച്ചുകൊണ്ട് ഇസ്സത്തിലാവും, വിജയിക്കും. അല്ലാഹു തആല വഴിപിഴപ്പിച്ച ആളുകളെല്ലാം പിഴച്ചു പോവുകയും ചെയ്യും. ഫരീഖാനി മിൻഹും ഫിർഖത്തും ഫീ ജനാനിഹി വഉഖറാ ബിഅഹ്ലാലിൽ ജഹീമി തുഗല്ലലൂ. രണ്ട് കൂട്ടം ആളുകളായിട്ട് പിരിയും. ഒരു കൂട്ടം ആളുകൾ പ്രവാചകനെ സഹായിച്ചവർ സ്വർഗത്തിലും പ്രവാചകനെ എതിർക്കുന്ന ആള് നരകത്തിലുമായി രണ്ട് വിഭാഗമായി പിരിയുന്ന രംഗം വരാൻ പോകുന്നു എന്ന് ബഹുമാനപ്പെട്ട വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല അൻഹു വളരെ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ ബീവിയുടെയും സുന്ദരമായ കുടുംബ ജീവിതത്തിൽ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നടക്കുമ്പോഴും ഖദീജ ബീവി പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ മക്കൾ മുഴുവനും ഖദീജയുടെ സംഭാവനയാണ്. ഖദീജാന്റെ മക്കളാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരൊറ്റ കുട്ടി ഒഴികെ, ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന മഹദിയിലുണ്ടായ കുട്ടിയാണ്. ബാക്കിയുള്ള എല്ലാ മക്കളും ഉണ്ടായത് ഖദീജ ബീവിക്കാണ്. അതുകൊണ്ട് ആയിഷ ബീവി ഖദീജ ബീവിയെ പറ്റി ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയും, ഖദീജ ബുദ്ധിമതിയായിരുന്നു, ഖദീജ ശ്രേഷ്ഠതയുള്ള മഹദിയാണ്. വകാനത്തിലി മിൻഹാ വലദുൻ, എനിക്ക് മക്കളുണ്ടായതും ഖദീജയിൽ നിന്നാണ്.
എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട്, എനിക്ക് മക്കളെ തന്നിട്ടുണ്ട്, അത് ഖദീജയാണ്. മഹബത്ത് വർദ്ധിക്കാനുള്ളൊരു കാരണമാണ് മക്കളുണ്ടാവൽ, കുട്ടികളുണ്ടാവൽ. സ്നേഹം വർദ്ധിക്കാനുള്ളൊരു കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഖദീജയിലുണ്ടായ കുട്ടിയാണ് ഖാസിം. ആ പേരിലാണ് നബി തങ്ങൾ ഓമന പേര് വിളിച്ചിരുന്നത്. ഖാസിം എന്ന് പറയുന്ന ആൺകുട്ടി റസൂലുള്ളാഹിനെ അബുൽ ഖാസിം എന്ന് വിളിക്കും. ഓമന പേര് ഖാസിം എന്ന പേരുള്ള കുട്ടിയുടെ ഉപ്പ എന്ന അർത്ഥത്തിൽ അബുൽ ഖാസിം എന്ന് വിളിക്കും. ഈ ഖാസിം എന്ന കുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടി. മറ്റൊരു കുട്ടിയാണ് അബ്ദുള്ള, ഒരാൺകുട്ടിയാണ്. പിന്നൊരാൺകുട്ടി ഉണ്ടായിരുന്നത് ഇബ്രാഹിം, അത് മറ്റൊരു ഭാര്യ മാരിയത്തുൽ കിബ്തിയക്കായിരുന്നു. പിന്നുണ്ടായതൊക്കെ പെൺകുട്ടികളാണ്. സൈനബ റളിയല്ലാഹു തആല അൻഹ, റുഖിയ, ഉമ്മു കുൽസൂം, ചെറിയ മകൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഈ മക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായത്. ഇതൊക്കെ ഖദീജ ബീവിയിലുണ്ടായ മക്കളാണ്. ഖദീജ ബീവിയുടെ ജീവിതം, മക്കളെ കൊടുത്ത്, സമ്പത്ത് കൊടുത്ത് ഒക്കെ നബിനെ സഹായിച്ചു. ആകെ അന്ന് ഖുറൈശികൾക്ക് ഒരു ആക്ഷേപം പറയാണ്ടായത് എന്താ? നബിനെ ബദർ യുദ്ധത്തിന് പോയി. ബദർ യുദ്ധത്തിന് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഉറഞ്ഞു തുള്ളിയ ശത്രുക്കൾ പ്രവാചകരുടെ മുഖത്ത് നോക്കിയിട്ടെന്ന് വെല്ലുവിളിച്ചതെന്താ? ആകെ പ്രവാചകനെ പറ്റി ഒരു കുറവ് പറഞ്ഞത്. പ്രവാചകനെ പറ്റി ഖുറൈശികൾ കുറ്റം പറഞ്ഞത് എന്താണ്? മുഹമ്മദ് നബിന്റെ മുഖത്ത് നോക്കിയിട്ട് അവർ പറഞ്ഞു, മുഹമ്മദേ, നീ ഖദീജാന്റെ സമ്പത്ത് കൊണ്ട് ഉയരുകയാണ്, നീ ഖദീജാന്റെ സമ്പത്ത് കൊണ്ട് കളിക്കുകയാണ്. ഇതാണ് ആക്ഷേപമായി ബദർ യുദ്ധത്തിൽ ഇസ്ലാമിനെതിരെ, പ്രവാചകനെതിരെ, മുഅ്മിനീങ്ങൾക്കെതിരെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ അണിനിരന്നപ്പോൾ അവർക്കും പറയാനുണ്ടായത് ഖദീജ ബീവിന്റെ സമ്പത്തിന്റെ കാര്യമാണ്. നീ ഖദീജാന്റെ സമ്പത്ത് കൊണ്ട് കളിക്കുകയാണ്. അങ്ങനെയല്ലേ ആക്ഷേപിച്ചത്? അങ്ങനെ മാലയിലൊക്കെ പറയണത്. കോളിനിൻ വാക്കുകൾ അവൽ ബന്ധൻ ഹുവൈലിദ് വീണ്ടെടുത്തേ, കോൾമാണി നായകിയാൾ ഖദീജാനിൻ സൗജത്ത് സമ്മതിത്തേ. ഖദീജ ബീവിയെ പാട്ടിലാക്കി, ഖദീജ ബീവിയെ കല്യാണം കഴിച്ച്, ഖദീജ ബീവിയുടെ കുറെ സമ്പത്ത് കൊണ്ടുള്ള കളിയല്ലേ നിനക്ക്? ഇവിടെ നോക്കൂ നിങ്ങൾ, ശത്രുക്കൾക്ക് പോലും ആക്ഷേപിക്കാനുണ്ടായത് ഖദീജ ബീവിയുടെ ദാനധർമ്മങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിച്ച മതി. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനും ഖദീജ ബീവിക്കും പീഡനങ്ങളായി, കഷ്ടപ്പാടുകളായി. ജനങ്ങളോട് പറയാൻ തുടങ്ങി, അള്ളാഹു ഒരുവനാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. അന്നു മുതൽ ശത്രുതയാണ്. പ്രവാചകന് അടികിട്ടിയതിന് കയ്യും കണക്കുമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പ്രവാചകന്റെ കഴുത്തിലെ ഷാള് പിടിച്ച് വലിച്ച് പ്രവാചകൻ ബോധരഹിതനായി വീണു. കഅബാലയത്തിന്റെ പരിസരത്ത് ബോധരഹിതനായി വീണു. അള്ളാഹുവിന്റെ റസൂല് കഅബയുടെ പരിസരത്ത് അള്ളാഹ്ക്ക് സുജൂദിലായി കിടക്കുമ്പോൾ ശത്രുക്കൾ ഒട്ടകത്തിന്റെ ചീഞ്ഞ മണക്കുന്ന കുടൽമാലകൾ വാരി വലിച്ചു കൊണ്ടുവന്ന് പ്രവാചകന്റെ ശരീരത്തിൽ എറിഞ്ഞിട്ട് പ്രവാചകന് തലപൊക്കാൻ പോലും സാധിച്ചില്ല. അള്ളാഹുവിന്റെ കഅബയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന കുടൽമാലകളെ കൊണ്ട് പ്രവാചകന്റെ ശരീരത്തിൽ വലിച്ചെറിഞ്ഞു. പ്രവാചകനെ തല്ലിയവർ വളഞ്ഞ് കൂട്ടം കൂട്ടമായി നിന്നുകൊണ്ട് പ്രവാചകനെ തല്ലി. പ്രവാചകന്റെ കഴുത്തിലുള്ള ഷാള് പിടിച്ചു വലിച്ചു മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി വരുന്നത് ഖദീജ ബീവിയുടെ അടുക്കലേക്കാണ്. അപ്പോഴും ഖദീജ പറയും, പിന്തിരിയേണ്ട നബിയേ, വിഷമിക്കേണ്ട നബിയേ, അങ്ങയുടെ കൂടെ ഞാനുണ്ട്. ഇങ്ങനെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ സമാശ്വസിപ്പിക്കാൻ ആരുണ്ട്? പ്രിയപ്പെട്ട ഭാര്യയുണ്ട്. അവസാനം നുബുവത്തിന്റെ 7ാമത്തെ വർഷം, അള്ളാഹുവിന്റെ റസൂലിക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. 7ാമത്തെ വർഷം അതാ ഒരു വലിയ സംഭവം നടക്കുന്നു. ഖദീജ ബീവിയുടെയും റസൂലുള്ളാഹിന്റെയും ജീവിതത്തിലെ ഒരു വലിയ സംഭവം, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അങ്ങേയറ്റം വേദനാജനകമായ സംഭവം നടക്കുന്നത് നുബുവത്ത് കിട്ടിയിട്ട് 7ാമത്തെ വർഷം, റസൂലുള്ളാഹിന്റെ 47ാമത്തെ വയസ്സിൽ. എന്താണെന്നറിയോ? ഖുറൈശികൾ ഒരുമിച്ച് കൂടിയിട്ട് ഫതഹാലു അലാ ബനി ഹാഷിം വ ബനിൽ മുത്തലിബ്, ബനൂ ഹാഷിമിനെതിരെ, ബനിൽ മുത്തലിബ് ഗോത്രക്കാർക്കെതിരെ അവർ ഭ്രഷ്ട് കൽപ്പിച്ചു. അവർക്ക് ഭ്രഷ്ട് വിലക്കേർപ്പെടുത്തി, ഊരുവിലക്ക്.
എന്താ ഊരുവിലക്ക്? അല്ലാ യുനാക്കിഉഹും, അവരോട് നിക്കാഹ് ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. മുഹമ്മദിന്റെയും ഖദീജയുടെയും അവരോടുകൂടെ വിശ്വസിച്ച ആളുകൾ വളരെ അങ്കുലി പരിമിതമായ ആളുകളാണ്, കുറെ പാവപ്പെട്ട ആളുകളാണ്. ആരൊക്കെ അവരെ സഹായിക്കുന്നുണ്ടോ അവർക്കൊന്നും പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അവരെ കുടുംബത്തൊന്നും പെണ്ണ് കെട്ടാൻ പാടില്ല, വിവാഹബന്ധം സ്ഥാപിക്കരുത്. വലാ യുബായിഉഹും, അവരുമായി കച്ചവടത്തിൽ ഏർപ്പെടാൻ പാടില്ല. അവരെന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് വിൽക്കാൻ, പട്ടിണി കിടക്കുമ്പോൾ എന്തെങ്കിലും ഉള്ളത് വിറ്റുകൊണ്ട് ആഹാരം വാങ്ങാൻ വേണ്ടി ശ്രമം നടത്തും. അതുകൊണ്ട് അവരുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഊരുവിലക്ക് ഏർപ്പെടുത്തി നബിനെയും ഖദീജ ബീവിനെയും ഇടുക്കുകയാണ്. നിക്കാഹ് ബന്ധം പാടില്ല, അവരുമായി കച്ചവട ബന്ധം പാടില്ല. വലാ യുജാലിസൂഹും, അവരെ കൂടെ ഇരിക്കാൻ പാടില്ല. നബിയും ഖദീജയും അവരെ സഹായിക്കുന്നവരും എവിടെ ഇരിക്കുന്നുണ്ടോ ആ സദസ്സിൽ ഇരിക്കാൻ പാടില്ല. വലാ യുഖാലിതൂഹും, വഴികളിലൂടെ പോകുമ്പോൾ പോലും അവരെ കൂടെ നടക്കാൻ പാടില്ല. വലാ യുകല്ലിമൂഹും, അവരോട് സംസാരിക്കാൻ പാടില്ല. വലാ യദ്ഖുലൂ ബുയൂതഹും, അവരെ വീട്ടിൽ പ്രവേശിക്കാൻ പാടില്ല. ഏതുവരെ പാടില്ല? ഹത്താ യുസല്ലിമു ഇലൈഹിം റസൂലുള്ളാഹി ലിൽ ഖത്ലി, അല്ലാഹുവിന്റെ റസൂലിനെ അവരെല്ലാവരും കൂടി കൊല്ലാൻ വേണ്ടി വിട്ടുതരുന്നത് വരെ. ഖദീജ ബീവിയും അതുപോലെ തന്നെ മറ്റു ആളുകളും കൂടി മുഹമ്മദിനെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് മടുത്തു, മുഹമ്മദിനെ എന്നാ കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എറിഞ്ഞു തരണം കൊല്ലാൻ വേണ്ടി. അന്ന് നമ്മൾ വെട്ടിക്കൊല്ലും. അതുവരെ പച്ച വെള്ളം കൊടുക്കാൻ പാടില്ല ഇവർക്ക്. കച്ചവടം നടത്താൻ പാടില്ല, വിവാഹബന്ധം നടത്താൻ പാടില്ല, അവരുള്ള സദസ്സിൽ പങ്കെടുക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് സഹിച്ച വേദന, ഖദീജ ബീവി സഹിച്ച വേദന. നബുവത്തിന്റെ 7ാമത്തെ വർഷത്തിലാണ് ഭ്രഷ്ട് കൽപ്പിക്കുന്നത്. ആര് ചോദിച്ചാലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കൂല, ആരെ കിണറ്റൊന്നും വെള്ളം മുക്കാൻ പറ്റൂല. നോക്കി നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിനുണ്ടായ വേദന. ഖദീജ ബീവി മക്കയിലെ രാജ്ഞിയായി കഴിഞ്ഞുകൂടി വിശപ്പെന്താണെന്നറിയാത്ത, ദാഹം എന്താണെന്നറിയാത്ത ബഹുമാനപ്പെട്ട ബീവിയതാ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുകയാണ്. പേടിയാണ്. ഖദീജക്ക് വെള്ളം കൊടുത്താൽ തലവെട്ടിക്കളയും മറ്റവർ. കരാറാണ്, വെള്ളം കൊടുക്കാൻ പാടില്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല, കച്ചവടം വരെ ചെയ്യാൻ പാടില്ല. അവര് കുടുങ്ങും, ഭക്ഷണത്തിന് വെള്ളത്തിന് കുടുങ്ങും. അപ്പൊ എന്തെങ്കിലും സ്വർണ്ണോ മറ്റോ കൊണ്ടുവന്നിട്ട് ഇതാ ഞങ്ങൾക്ക് ലക്ഷം ഭക്ഷണം വേണം, ഗോതമ്പ് വേണം എന്ന് പറഞ്ഞാൽ കൊടുക്കരുത്. അവരുമായി കച്ചവടം നടത്തരുത്. കുടുങ്ങി, എല്ലാ ഭാഗവും അടക്കപ്പെട്ടു. അവരോട് മിണ്ടാൻ പാടില്ല. വലാ യുകല്ലിമൂഹും, അവരോട് സംസാരിക്കാൻ പാടില്ല. ഒരൊറ്റ കുട്ടി കണ്ടാൽ മിണ്ടുന്നില്ല. ചെറുപ്പത്തിൽ കൂടെ കളിച്ചു നടന്നവരാണ്, ഒരുമിച്ച് കച്ചവടം ചെയ്തവരാണ്, ഒരുമിച്ച് കല്യാണത്തിൽ പങ്കെടുത്തവരാണ്. പക്ഷേ കാണുന്ന ആളുകളാരും അവരോട് മിണ്ടുന്നില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തുണ്ടാക്കിയ ദീനാ നമ്മുടെ കയ്യിലുള്ളത്. ഖദീജ ബീവി പട്ടിണി കിടന്ന്, അല്ലാഹുവിന്റെ റസൂല് പട്ടിണി കിടന്നുണ്ടായ ദീനാണ്. അവരൊക്കെ കഷ്ടപ്പെടുത്തി പോറ്റി വളർത്തിയതാണ്. അങ്ങനെ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പാടുകൾ സഹിച്ച് പട്ടിണി കിടന്ന് ഒട്ടിയപ്പോ ഈ നാട്ടിൽ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിയപ്പോ റസൂലുള്ളാഹി ശിഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവിലേക്ക് നടന്നു. ഖദീജ ബേക്കിൽ പോയിട്ട് ചോദിച്ചു, എങ്ങോട്ടാണ് ഈ പോക്ക്? ഞാൻ പോവുകയാണ്, ഈ നാട്ടിൽ പച്ചവെള്ളം കിട്ടാത്ത അവസ്ഥയാണ്, നമ്മളോട് മിണ്ടാൻ ജനങ്ങൾക്ക് പേടിയാണ്, സംസാരിക്കാൻ പേടിയാണ്, അതുകൊണ്ട് മലഞ്ചെരിവിലേക്ക് പോവുകയാണ്. വനാന്തര പ്രദേശങ്ങളിൽ കാട്ടിൽ കഴിഞ്ഞുകൂടാം. മരത്തിന്റെ ചുവട്ടിൽ കടന്നുറങ്ങി വനാന്തര പ്രദേശത്ത് കഴിച്ചുകൂട്ടാൻ വേണ്ടി റസൂലുള്ളാഹി പോകുമ്പോ ഒരിക്കലും പ്രവാചകനെ പിരിയാൻ കഴിയാത്ത ബീബി ഖദീജ സുഖങ്ങൾ മാത്രം അനുഭവിച്ച ദുഃഖങ്ങൾ എന്താണെന്ന് ഇതുവരെ അറിയാത്ത ഖദീജയും അതാ പ്രവാചകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു ശിഅബ് അബീ ത്വാലിബിലേക്ക്. മാത്രമല്ല, ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളും അവരെ കൂടെ ഇറങ്ങി പോവുകയാണ്. ഞങ്ങൾക്ക് അല്ലാഹുവാണ് വലുത്, ഞങ്ങൾക്ക് ഹബീബായ നബിയാണ് വലുത്, ഞങ്ങൾക്ക് ഇസ്ലാമാണ് വലുത്, നിങ്ങൾക്ക് പച്ചവെള്ളം തരാൻ സാധ്യമല്ലെങ്കിലും ഞങ്ങൾ സ്ഥലം വിട്ടുകൊള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിഅബ് അബീ ത്വാലിബിലേക്ക് നടന്നു നീങ്ങുന്നു ആ പ്രവാചകനും അനുയായികളും. അരങ്ങൊന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. എല്ലാം വിട്ടെറിഞ്ഞു പോവാണ്, നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല, ഇറങ്ങിപ്പോയി. സ്വന്തം വീട് തന്നെ നമുക്ക് സൗകര്യമില്ലാത്ത പ്രശ്നം, എ സി ഇല്ല, ഫാനില്ല, ചൂട്. ഇത് എവിടുക്കാ പോണത്? മലഞ്ചെരിവിലേക്ക്.
വനാന്തര പ്രദേശങ്ങളിലേക്ക് ശുഐബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന വനഞ്ചരിവിലേക്ക് പോയി. ആദ്യം കുറച്ച് ഭക്ഷണമൊക്കെ അവരെ കയ്യിലുണ്ടായിരുന്നു. ആ ഭക്ഷണങ്ങൾ തീർന്നപ്പോൾ അവരെ കയ്യിലുള്ള പുതപ്പ് വിൽക്കാൻ വേണ്ടി, ആ പുതപ്പ് വിറ്റിട്ട് ഗോതമ്പം കിട്ടിയാൽ അത് കഴിക്കാൻ വേണ്ടി അങ്ങാടിയിൽ വന്നാൽ അവരുമായി കച്ചവടം ചെയ്യാൻ ജനങ്ങൾക്ക് പേടിയാണ്. ഈ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും വന്നാൽ പറയാം, നിങ്ങളുമായി കച്ചവടമില്ല, പോണം പെട്ടെന്ന് പോണം, നിങ്ങളോട് മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. കച്ചവടക്കാർ ഖദീജ ബീവിന്റെ ആളുകൾ, റസൂലുള്ളാഹിന്റെ ആളുകൾ തിരിച്ചയക്കുന്നു. അങ്ങനെ അവരെ കയ്യിലുള്ള ഭക്ഷണങ്ങൾ മുഴുവനും തീർന്നുപോയി. ഭക്ഷണങ്ങൾ മുഴുവനും തീർന്നു പോയപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ ബീവിന്റെയും ഭക്ഷണം എന്താണെന്ന് അറിയുമോ? അവർ മരത്തിന്റെ ഇലകൾ തല്ലിക്കൊഴിച്ച് ഇലകൾ കഴിക്കാൻ തുടങ്ങി. കുറച്ചും കൂടി വിശപ്പ് കഠിനമാകുമ്പോൾ തോലിന്റെ കഷ്ണമെടുത്തുകൊണ്ട് ആ തോല് നനച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടിച്ചു തിന്നു. ചെരുപ്പിന്റെ ഒക്കെ തോലില്ലേ, ബാഗ് പോലത്തെ വസ്തുക്കള്, ആ തോലിന്റെ പീസ് എടുത്ത് വെള്ളത്തിലിട്ട് പൊതിർത്തിയിട്ട് അതിങ്ങനെ കഴിക്കുക, ഇല തിന്നുക, ഭക്ഷണം കഴിക്കുക. ഈ ഭക്ഷണം എന്താ? ഇലയാണ്. ആട് തിന്നുന്നത് പോലെ. ചരിത്രം പറയുന്നത് പച്ച ഇലകൾ മാത്രം കഴിച്ചുകൊണ്ട് ശുഐബ് അബീ ത്വാലിബിൽ കഴിച്ചുകൂട്ടിയ ആളുകൾ കാഷ്ടിക്കുന്നത് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെയാണ്. പച്ചിലകൾ മാത്രം ഭക്ഷിക്കുന്ന ആടുകൾ കാഷ്ടിക്കൽ എങ്ങനെയാണ്, അതുപോലെ കാഷ്ടിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പെട്ടു. വെറും ഇല മാത്രമാണ് ഭക്ഷണം, ഇലയും വെള്ളവുമാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരാഴ്ചയല്ല, 2 ആഴ്ചയല്ല, മാസങ്ങളല്ല, 3 കൊല്ലമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹയും 3 കൊല്ലക്കാലം മരത്തിന്റെ ഇലകൾ കഴിച്ച് തോലിന്റെ കഷ്ണം വെള്ളത്തിലിട്ട് പൊതിർത്തിയിട്ട് കടിച്ചു തിന്നിട്ടും പട്ടിണി കിടന്ന് കഴിച്ചുകൂട്ടി. ചരിത്രത്തിൽ പറയുന്നത്, ആ വനാന്തര പ്രദേശങ്ങളിലൂടെ ആരെങ്കിലും ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ അവർക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു, ഹത്താകാന യസ്മഉ മിൻ വറാഇ ശഅബി അസ്വാത നിസാഇഹിം വസ്ബിയാനിഹിം. കുട്ടികൾ വിശന്നിട്ട് കരയുന്നത്, പെണ്ണുങ്ങൾ വിശന്നിട്ട് കരയുന്നത് ആ മലയിൽ നിന്ന് കേൾക്കാമായിരുന്നു. ആ മലയുടെ പരിസരത്തിലൂടെ ആരെങ്കിലും യാത്ര പോകുമ്പോൾ പിഞ്ചോപന മക്കൾ വിശന്നിങ്ങനെ കരയുന്ന ശബ്ദം കേൾക്കാം. വല്ല ആസ്പത്രിയിലേക്ക്, സ്ത്രീകളെ വാർഡിലേക്ക് ചെന്നതുപോലെ കുട്ടികളുടെ കരച്ചിലുകൾ കേൾക്കാമായിരുന്നു, സ്ത്രീകളുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. കഠിനമായ വിശപ്പ് സഹിച്ചിട്ട് മക്കൾ കരയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ബീവി ഖദീജയോടുകൂടെ സമൂഹം പട്ടിണി കിടക്കുകയാണ്. അങ്ങനെ ത്യാഗം ചെയ്തു 3 കൊല്ലം ശുഐബ് അബീ ത്വാലിബിൽ താമസിച്ചു തളർന്നു. ഹിജ്റയുടെ 7-ാം വർഷം ശുഐബ് അബീ ത്വാലിബിൽ പോയി. ഹിജ്റയുടെ 10-ാം വർഷം തിരിച്ചു വരികയാണ്. ഹിജ്റയുടെ 10-ാം വർഷം തിരിച്ചു വന്നു. കരാറൊക്കെ പൊളിഞ്ഞു. ശത്രുക്കളുടെ ശത്രുത കുറെയൊക്കെ ശാന്തമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയും 3 വർഷത്തെ വനാന്തര പ്രദേശങ്ങളുടെ താമസം കഴിഞ്ഞ് ശുഐബ് അബീ ത്വാലിബിൽ നിന്ന് 10-ാമത്തെ വർഷം ഹിജ്റയുടെ നുബുവത്തിന്റെ 10-ാമത്തെ വർഷം തിരിച്ചു വന്നു. നബിക്ക് 50 വയസ്സ് പ്രായം. അതായത് നുബുവത്തിന്റെ 10-ാം വർഷം, 10 കൊല്ലമായി നബിയായിട്ട്. 50-ാമത്തെ വർഷം തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഖദീജ ബീവിക്ക് രോഗം ബാധിച്ചു. ബഹുമാനപ്പെട്ട ബീവി ഖദീജക്ക് രോഗം ബാധിച്ചു. ബഹുമാനപ്പെട്ട ഖദീജക്ക് രോഗം ബാധിച്ചതോടുകൂടി നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, കാരണം ഖദീജ താങ്ങും തണലുമാണ്, എല്ലാമാണ്. ഖദീജ വിട പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്താണിയായ താങ്ങും തണലുമായ എല്ലാമായ ഖദീജ വിട പറയുന്നത് ഓർക്കാനാവുന്നില്ല. ഖദീജ ബീവിക്ക് മലഞ്ചെരിവെന്ന് വന്നതിന്റെ ശേഷം അസുഖമായി ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് മരണപ്പെട്ടതിന്റെ കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഖദീജ ബീവിയും ഈ ലോകത്തോട് വിട പറയുകയാണ്. ഖദീജ ബീവി വഫാത്തായി. നബി തങ്ങൾക്ക് ദുഃഖത്തിന്റെ മീത ദുഃഖമായി. കഠിന ദുഃഖം കൊണ്ട് പ്രവാചകൻ കഷ്ടപ്പെട്ടു. എന്താ കാരണം? അബൂ ത്വാലിബ് പോയി, അതുപോലെ ഖദീജ ബീവിയും പോയി. 2 ആളുകളുമായിരുന്നു ഈ രംഗത്ത് താങ്ങും തണലുമായിട്ടുണ്ടായിരുന്നത്. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നറിയപ്പെടുന്നത് നുബുവത്തിന്റെ 10-ാം വർഷമാണ്. കഠിനമായ ദുഃഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടിച്ചിറക്കിയ സമയമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ദുഃഖിതനായി കഴിച്ചുകൂട്ടുകയാണ് ഖദീജ ബീവിന്റെ വഫാത്തിന്റെ ശേഷം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ ദുഃഖം മാറ്റാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഉ മിഅ്റാജ് അതേ വർഷത്തിൽ
രണ്ട് മഹാന്മാർ, ഖദീജ ബീവിയും അബൂ ത്വാലിബും മരണപ്പെട്ടു പോയ വേദനയിൽ വളരെയേറെ കഷ്ടപ്പെടുന്ന നബിക്ക് സമാശ്വാസമായി ഹിജ്റയുടെ 10-ാം വർഷം തന്നെ ഇസ്റാവും മിഅ്റാജും ഉണ്ടായി. ഇസ്റാവും മിഅ്റാജൊക്കെ കഴിഞ്ഞു നബി തിരിച്ചു വന്നു. നിസ്കാരം ഫർളാക്കപ്പെട്ടു. അതിനു മുമ്പ് ഖദീജ ബീവി വഫാത്തായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീടുള്ള ദിവസങ്ങൾ ഖദീജയുടെ ഓർമ്മയിലാണ് കഴിച്ചു കൂട്ടുന്നത്. എപ്പോ നോക്കിയാലും ഖദീജാന്റെ ഓർമ്മ. എങ്ങനെ മറക്കാൻ കഴിയും? ഷേബ് അബീ ത്വാലിബിൽ അള്ളാന്റെ റസൂലും മരത്തിന്റെ ഇലകൾ തല്ലിക്കൊഴിച്ച് കടിച്ചു നോക്കുമ്പോൾ അതൊരു കയ്പ് രസമുണ്ടോ? ഒരുവിധം ചവച്ചറക്കാൻ പറ്റുന്ന ഇലകൾ നോക്കിയിട്ട് ഖദീജ ബീവിന്റെ മടിത്തട്ടിലേക്ക് വാരിട്ട് കൊടുക്കും. മക്കയിലെ രാജ്ഞിയെ പോലെ കഴിച്ചുകൂട്ടിയ ഖദീജ അള്ളാഹുവിന്റെ റസൂല് മടിയിലേക്ക് ഇട്ടുകൊടുക്കുന്ന പച്ച ഇലകൾ പ്രവാചകന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കഴിക്കും. ഇതാർക്ക് വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണ്, തൗഹീദിന് വേണ്ടിയാണ്, പടച്ചറബിന്റെ ദീനിന് വേണ്ടിയാണ് എന്ന സന്തോഷത്തോടുകൂടി മരത്തിന്റെ ഇലകൾ കഴിച്ച് പ്രവാചകനോടുകൂടെ ഒരു നിയല് പോലെ പിന്തുടർന്ന ഖദീജാനെ എങ്ങനെ മറക്കാൻ കഴിയും? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ആയിഷ ബീവിന്റെ കൂടെ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സലാം പറഞ്ഞുകൊണ്ട് ഒരു മഹദി കടന്നു വരുന്നു. ഹാലത്ത് എന്നാണ് ആ മഹദിയുടെ പേര്. ഹാലത്ത് ബിന്തു ഖുവൈലിദ്. ഖുവൈലിദിന്റെ മകൾ ഹാലത്ത് എന്ന് പറഞ്ഞാൽ ഖദീജ ബീവിന്റെ സഹോദരി. ഖദീജ ബീവിയും ഖുവൈലിദിന്റെ മകളാണ്, ഹാലത്തും ഖുവൈലിദിന്റെ മകളാണ്. ഖുവൈലിദിന്റെ മകൾ ഹാലത്ത് കയറി വന്നിട്ട് സലാം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും ഞെട്ടിയൊന്ന് പറച്ചു. എന്താ പറക്കാൻ കാരണം? ഖദീജ കയറി വരും പോലെ തോന്നി. ഖദീജ ബീവിന്റെ അതേ ശബ്ദം, ഖദീജ ബീവിന്റെ രൂപം, ഖദീജ ബീവിയുടെ ശബ്ദം. മരണപ്പെട്ടു പോയ ഖദീജ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഖദീജാന്റെ സഹോദരി കടന്നു വന്നപ്പോൾ ഖദീജ ബീവിനെ ഓർമ്മ വന്നു. നബിക്കൊന്ന് പറച്ചുപോയി അല്പസമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാലത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോ നബി തങ്ങൾ പറഞ്ഞത് സന്തോഷത്തോടു കൂടെ പറഞ്ഞു, അല്ലാഹുമ്മ ഹാല. നബിയേക്കാൾ 15-20 വയസ്സ് കൂടുതലാണ്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അത് സൂചിപ്പിച്ച് പറയാണ്, ഖുറൈശികളിൽപ്പെട്ട ഒരു വയസ്സെത്തിയെ പറ്റി എന്താണ് ഇത്ര തോനെ പറയാൻ? ഖദ് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ഖൈറായത് അല്ലാഹു തങ്ങൾക്ക് പകരം തന്നിട്ടില്ലയോ നബിയേ? അതിനേക്കാൾ ഖൈറായ നല്ല യുവതികളായ ആയിഷ ബീവിക്കൊക്കെ ചെറിയ വയസ്സേ ഉള്ളൂ. 9ാമത്തെ വയസ്സ് മുതൽക്കാണ് നബിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയത്. 63ാമത്തെ വയസ്സിൽ നബി തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീവിക്ക് 18 വയസ്സ് മാത്രമാണ്. അതുകൊണ്ട് 16ന്റെ ചുറുചുറുക്കുള്ള പെൺകുട്ടിയാകുന്ന ആയിഷ പറഞ്ഞു, ഈ വയസ്സെത്തിയേക്കാൾ ഖൈറായ ഒരുപാട് ഭാര്യമാരെ അള്ളാഹു തങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ? പിന്നെ എന്തിനാണ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ ഒന്ന് വേദനിച്ചു. ഖദീജാനെ പറ്റി പറയണ നബിക്ക് ഇഷ്ടമല്ല. വേദനിച്ചു എന്ന് മാത്രമല്ല, നബി തങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജാനേക്കാൾ ഖൈറായ പെണ്ണിനെ എനിക്ക് വേറെ കിട്ടിയിട്ടേയില്ല. അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് വിട്ടെ. ഖദീജാനേക്കാൾ ഖൈറായ നല്ല കന്യകകളായ യുവതിയെ കിട്ടിയില്ല നബിയെ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ഇല്ല, ഖദീജയേക്കാൾ ഖൈറായ പെണ്ണിനെ എനിക്ക് അല്ലാഹു തന്നിട്ടില്ല. എന്താ കാരണം നിങ്ങൾക്കറിയുമോ? ഖൈറായ ഭാര്യ എന്ന് പറഞ്ഞാൽ സുന്ദരിയാവുക, അതല്ലെങ്കിൽ ചെറുപ്പക്കാരിയാവുക, അല്ലെങ്കിൽ കന്യകയാവുക. അതൊന്നുമല്ല ഒരു മനുഷ്യന്റെ മനസ്സിനെ ആകർഷിക്കുന്നത്. എന്റെ ഖദീജ ആരാണെന്നറിയാമോ? ഖദ് ആമനതു ബി ഇത് കഫറ ബിന്നാസ്, ജനങ്ങൾ എന്നെ അവിശ്വസിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചവളാണ് ഖദീജ. ജനങ്ങളൊക്കെ എന്നെ തള്ളി, എന്നെ ഭ്രാന്തനെന്ന് പറഞ്ഞു ആക്ഷേപിച്ചു, സിഹിർ ബാധിച്ചവനെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. ആ സമയത്ത് ജനങ്ങളെല്ലാം അവിശ്വസിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചവൾ ഖദീജയാണ്. വസദ്ദഖനി വസദ്ദഖത്നി ഇത് കദ്ദബനിന്നാസ്, ജനങ്ങളൊക്കെ എന്നെ കളവാക്കി തള്ളിയപ്പോൾ എന്നെ സിദ്ഖാക്കി അംഗീകരിച്ച, സത്യമായി അംഗീകരിച്ചത് ബഹുമാനപ്പെട്ട ഖദീജയാണ്. വവാസത്നി ബിമാലിഹാ ഇത് ഹറമനിന്നാസ്, ജനങ്ങളൊക്കെ എന്നെ പച്ചവെള്ളം തരാതെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ എനിക്ക് സമ്പത്ത് തന്നുകൊണ്ട് സഹായിച്ചത് ഖദീജയാണ്. വറസഖനി അല്ലാഹു വലദഹാ, മറ്റ് സ്ത്രീകളിൽ നിന്ന് മക്കൾ എനിക്കുണ്ടായിട്ടില്ല. ആ സമയത്ത് എനിക്ക് മക്കളെ തന്നത് ഖദീജയാണ്. കുറേ അങ്ങ് പറഞ്ഞു നബി. മനസ്സിലെ വേദന തീരുവോളം ഖദീജ ബീവിന്റെ മഹത്വം തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ അള്ളാഹു എനിക്ക് തന്നത്. അത് കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് തോന്നി ഇത്ര കടുപ്പത്തിൽ പറയണ്ടായിരുന്നു. ഉടനെ പറഞ്ഞു, നബിയെ ഇനി ഒരിക്കലും ഖദീജ ബീവിന്റെ കാര്യത്തിൽ ഞാൻ തങ്ങളെ വേദനിപ്പിക്കൂല.
എത്ര മദ്ഹിഞ്ഞു പറഞ്ഞാലും ശരി, ഇനി ഞാൻ ഇതുപോലത്തെ വാക്ക് പറയില്ല നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ സമാധാനിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിയിൽ നമുക്ക് എന്താ മാതൃകയുള്ളത്? സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, പതറാത്ത വിശ്വാസം. ശത്രുക്കൾ നിരന്തരമായി പീഡിപ്പിച്ചപ്പോഴും പട്ടിണി കിടന്നപ്പോഴും മാറാതെ അള്ളാന്റെ ദീനിൽ ഉറച്ചു നിന്നു. സഹോദരിമാര് ശരിക്കാലോചിക്കണം. നമ്മളെ കൂട്ടത്തിലേതെങ്കിലും ഒരു പെണ്ണും മക്കനെ ധരിച്ചു, അതല്ലെങ്കിൽ മുഖമൂടി ധരിച്ചാൽ ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കും, എന്താ ബീവിയായോ, ജിന്നു കൂടിയോ? ഇനി ചോദിച്ചാൽ പിന്നെ മുഖം മറക്കല് നിന്ന്. അത്രേ വേണ്ടു. ആരെങ്കിലും എന്ന് ചോദിച്ചാൽ മതി, നീ എന്താ ജിന്നു കൂടിയോ, ജിന്നാളറാത്തുണ്ടോ? അതല്ലെങ്കിൽ മുഖം മറച്ചത് കണ്ടാൽ ഒരു വല്യമ്മാനെ പോലെ ഉണ്ട് മുഖം മറച്ചിട്ട്, മക്കനെ കെട്ടുവെക്കുമ്പോൾ ഒരു വയസ്സത്തിയായതുപോലെ. അങ്ങനെ ഉണ്ടാവും ചില ഇസ്ലാമിൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ആളുകൾ. എല്ലാവരും നല്ല നിലക്ക് പോകുന്ന മനുഷ്യന്മാരെല്ലാം എന്തെങ്കിലും പറഞ്ഞിട്ട് വസ്വാസാകും. പിറ്റേന്ന് മുഖം മറക്കാൻ മടിയായി, തലമറക്കാൻ മടിയായി, പർദ്ദ ധരിക്കാൻ മടിയായി. നമ്മളെ ഈമാൻ ഒന്ന് പരിശോധിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ, അതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും വാക്കോ വഴക്കോ ഉണ്ടായാൽ ഉടനെ പറഞ്ഞ് അപ്പ പോയി കിണറ്റി ചാടും, അപ്പം മരിക്കും. ഇത്രയേ ഉള്ളൂ ഈമാൻ. ദുനിയാവിലെ ഒരു ചെറിയ പ്രശ്നം പോലും താങ്ങാൻ കഴിയാത്ത ആളെങ്ങനെ കിണറ്റി ചാടുക? മുമ്പൊരു പെണ്ണുങ്ങൾ അങ്ങനെ കിണറ്റി ചാടാൻ പോയിട്ട് കെട്ടേണ്ടവൻ ഈ നീർക്കോലി ഉണ്ട് എറിഞ്ഞിട്ട്. മരിക്കാൻ പോണാക്കെന്തിനാ നീർക്കോലി ഉണ്ട് നോക്കണ്ട, ചാടിയാ പോരെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈമാൻ നഷ്ടപ്പെടുന്ന വർത്താനം പറയാ. നമുക്കൊരു ചെറിയ പ്രശ്നേ വേണ്ടു. ഖദീജ ബീവിയൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, ത്യാഗം ചെയ്തൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. സമ്പത്തും ശരീരവും, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ശത്രുക്കൾ കഠിനമായി പീഡിപ്പിച്ചപ്പോഴും ഇസ്ലാമിക ചിട്ട മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെയും അള്ളാന്റെ റസൂലിനെയും സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു. അതന്നെ ഒന്നാമത്തെ പാഠം. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖദീജ ബീവി പോണ്ട സ്വർഗത്തിക്കാ നമുക്കും പോവേണ്ടത്. വിശ്വാസം മുറുകെ പിടിക്കുക, കൃത്യമായി നിസ്കാരം നിർവഹിക്കുക, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ശരിക്ക് ഔറത്ത് മറച്ചുകൊണ്ട് നടക്കുക. നമ്മുടെ ശരീരവും സംഭാഷണവും സംസാരവും അതൊക്കെ ഭർത്താവിനിക്കുള്ളതാണ്, മറ്റുള്ളവർക്ക് ആസ്വദിക്കാനുള്ളതല്ല എന്നുള്ള ബോധത്തോടുകൂടെ ജീവിക്കണം. ഇന്ന് എവിടെ നോക്കിയാലും സ്ത്രീകളുടെ അഴിഞ്ഞാട്ടമാണ്. ടൗണിൽ ചെന്നാൽ സ്ത്രീകളാണ്, കടയിൽ ചെന്നാൽ സ്ത്രീകളാണ്, കല്യാണപ്പുരയിൽ ഒച്ചപ്പാടും ബഹളവും സ്ത്രീകളാണ്. ഔറത്ത് മറക്കാതെ ടൗണിലും സർവ്വ സ്ഥലങ്ങളിലും മൊബൈലും പിടിച്ചുകൊണ്ട് നടക്കുന്ന രൂപത്തിൽ സ്ത്രീകൾ പെരുകി. ഒരു ലജ്ജയില്ല, നാണവുമില്ല. വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഖദീജ ബീവിനെ മഹബത്ത് വെക്കുന്ന ആളുകൾ, എന്തിനാ ഖദീജ ബീവി ആ രൂപത്തിൽ സ്നേഹിച്ചത്? നബിന്റെ കൂടെ സ്വർഗത്തിൽ പോവാൻ. അതുപോലെ റസൂലുള്ളാഹിന്റെ കൂടെ, മഹാന്മാരുടെ കൂടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ അന്ന് ഖദീജ ബീവി സഹിച്ച ത്യാഗമൊന്നും ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ സഹിക്കേണ്ടതില്ല. കൃത്യമായി നിസ്കരിച്ചും സൽസ്വഭാവം നിലനിർത്തിയും ഭർത്താവിനോട് വളരെ മാന്യമായി പെരുമാറി. ഒരു പെണ്ണിന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്. ഹുവ ജന്നതുകി ഹുവ നാറുകി. നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗമാണ്, നിന്റെ ഭർത്താവ് നിന്റെ നരകമാണ്. നബി തങ്ങൾ ഒരു പെൺകുട്ടിക്ക് കൊടുത്ത ഉപദേശമാണത്. നബിയെ, എന്റെ കല്യാണം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, എനിക്കെന്റെ ഭർത്താവിനോടുള്ള കടപ്പാട് എന്താണ്? നബി പഠിപ്പിച്ചു കൊടുത്തു, ഹുവ ജന്നതുകി, നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗമാണ്, ഹുവ നാറുകി, നിന്റെ ഭർത്താവ് നിന്റെ നരകവും എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ സമാധാനിപ്പിച്ച് സമാശ്വസിപ്പിച്ച് അവന്റെ പോരായ്മകൾ ക്ഷമിച്ച് സബൂർ ചെയ്ത് തിരുത്തി നല്ല സന്തോഷത്തോടുകൂടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ നീ മുൻകൈയെടുത്താൽ നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗമാണ്, സ്വർഗത്തിലേക്ക് പോവാനുള്ള കാരണമാണ്. നേരെ മറിച്ച് ഭർത്താവിനെ ചെറുതായി കാണുകയും അയാൾ ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ നിസാരമായി തള്ളുകയും എപ്പോഴും ആ മനുഷ്യന്റെ കുറ്റവും കുറവുകളും മാത്രം പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്റെ ഭർത്താവ് നിന്റെ നരകമാണ്, ഭർത്താവ് കാരണമായി നരകത്തിലേക്കും നീ പോവേണ്ടി വരും. ഖദീജ ബീവിനെ പറ്റി ബഹുമാനപ്പെട്ട ജിബ്രീൽ പറഞ്ഞു, ശ്രദ്ധിക്കണം, ഒച്ചപ്പാടില്ലാത്ത സ്വർഗം. ഒരിക്കലും നബിനേക്കാൾ ശബ്ദമുയർത്താത്ത ഖദീജാനെ മാതൃകയാക്കുക. ഖദീജ ബീവി ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ആവശ്യമുള്ളത് ഏതൊക്കെയാണോ എന്ന് നേരത്തെ തന്നെ ധാരണയിലെത്തിക്കൊണ്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹധർമ്മിണി പ്രവാചകനെ സ്നേഹിച്ചത്
സ്നേഹിക്കുന്നതുപോലെ ഭർത്താവിനെ സ്നേഹിച്ച് അള്ളാഹിനെ സ്നേഹിച്ച് അള്ളാഹിന്റെ ദീനിനെ സ്നേഹിച്ച് ഒരു നല്ല മുത്തഖിയായ തഖ്വയുള്ള മഹദിയായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വനിതകൾക്കൊരു കൂട്ടുകാരി എന്ന വിഷയം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ.